ഇന്ന് നമ്മുടെ ഈ മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായ നൂറുൻ അലാ നൂറിൽ സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ ബാരി ഹുദവിയാണ്. അബ്ദുൽ ബാരി ഉണ്ടെങ്കിൽ റൈസാൻ ചെയ്യണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് അബ്ദുൽ ബാരി ഹുദവി കേൾക്കുന്നുണ്ടെങ്കിൽ ഉണ്ട്. ഓക്കെ. പിന്നെ അബ്ദുൽ ബാരി ഹുദവിയാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസാരം ദുബായിൽ വെച്ചും അബുദാബിയിലൊക്കെ വെച്ച് അദ്ദേഹം സംസാരിച്ച സംസാരങ്ങളും ലൈവായി നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ നാം കേട്ടിട്ടുണ്ട്. എങ്കിലും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ മൈക്ക് എടുത്തുകൊണ്ട് അദ്ദേഹം ആദ്യമായി സംസാരിക്കാൻ പോവുകയാണ് ഇന്ന് ഇൻഷാ അല്ലാഹ്. ഇനി മുതൽ അദ്ദേഹത്തിന്റെ കൂടി സാന്നിധ്യം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ എപ്പോഴും വേണം എന്ന് നാം ആവശ്യപ്പെടുകയാണ് ഇൻഷാ അല്ലാഹ്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ബൈലക്സ് ചരിത്രത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു ക്ലാസ് റൂമാണ്. വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച ക്ലാസ് റൂമാണ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. മറ്റുള്ള റൂമുകളെ പോലെ അല്ല. ഈ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം നടത്തിയ സംവാദങ്ങൾ അത് ചരിത്ര പ്രസിദ്ധമായിട്ടുണ്ട്. അത് മൂലം വലിയ മാറ്റങ്ങൾ കേരളക്കരയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ വലിയ സംവാദങ്ങൾക്ക് അവസരം നൽകിയ ഒരു ക്ലാസ് റൂമാണ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. അതുപോലെ തന്നെ നമുക്കറിയാം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു പണ്ഡിതൻ, അത്യാവശ്യം സ്വാധീനമുള്ള ഒരു പണ്ഡിതൻ ചില വ്യാജങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, ചില വ്യാജ വാക്കുകൾ പറഞ്ഞു എന്ന് മാത്രമല്ല, വ്യാജ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല, അത് കേരളത്തിൽ കുറച്ചൊക്കെ സ്വാധീനം ഉണ്ടാക്കാൻ ഒരുങ്ങിയപ്പോൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ആ വിഷയത്തിൽ ശരിക്കും ഇടപെട്ടത് മൂലം വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ആ വലിയ മാറ്റം ഉണ്ടായതിന് ഉദാഹരണമാണ് 2011 മുടി കൈമാറിയപ്പോൾ സനത് വായിച്ച കൂട്ടർ പാത്രം കൈമാറിയപ്പോൾ സനത് വായിക്കാൻ ധൈര്യമില്ലാതെ ഇത് റസൂലുള്ളാഹി കുടിച്ച പാത്രമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ പാത്രം കൈമാറി ഓടിപ്പോയ ഒരു ദയനീയമായ അവസ്ഥ ഉണ്ടായത്. അതിന് കാരണം അങ്ങനെ ഒരു സനത് വായിച്ചാൽ പിടികൂടും, അതിൽ പ്രധാനപ്പെട്ട പങ്ക് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനായിരിക്കും എന്ന് അവരൊക്കെ മനസ്സിലാക്കിയതിന്റെ പേരിൽ തന്നെയാണ്. അപ്പൊ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ച, വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ച ഒരു റൂമാണ്. ഈ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് തുടക്കം കുറിച്ചത് നമ്മുടെ ബോംബെയിലെ ഹുദവികളായ നമ്മുടെ സുഹൃത്തുക്കളാണ് അതിനെ തുടക്കം കുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹുദവികൾക്ക് ഈ റൂമിനോടുള്ള ബാധ്യത ചെറുതൊന്നല്ല. ഇത് നിലനിർത്തിക്കൊണ്ടു പോകല്, ഇതിനെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും അവകാശപ്പെട്ടവർ തീർച്ചയായും ഹുദവികൾ തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് അബ്ദുൽ ബാരി ഹുദവിന്റെ ക്ലാസ് ഇന്ന് ഇൻഷാ അല്ലാഹ് തുടങ്ങുകയാണ്. ഇനി മുതൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് എപ്പോഴും വേണം. അതോടുകൂടി മറ്റൊരു വിഷയം പറയാൻ, ഇന്ന് അദ്ദേഹം സംസാരിക്കുന്നത് വിഷയം വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം എന്ന വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ്. ആ ആയത്തിന്റെ ആ ശൈലി തന്നെ, ആ ആയത്തിന്റെ ഒരു അല്പഭാഗം, അതിന്റെ ആ ശൈലി ഉണ്ടല്ലോ, ആ ശൈലി തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിന്റെ റസൂലിന് നൽകുന്ന ആദരവിന്റെ വലിപ്പമുണ്ടല്ലോ, ആ ആദരവിന്റെ ഗൗരവം, അതിന്റെ മഹത്വം ഉണ്ടല്ലോ, പിന്നെ അത് മനസ്സിലാക്കി തരികയാണ് ആ ആയത്തിന്റെ ആ ഒരു ചെറിയ ഭാഗം അല്ലേ. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. എന്താണ് അതിന്റെ ശൈലിയിലെ അള്ളാഹു അവരെ പിന്നെ ശിക്ഷിക്കുകയില്ല, തങ്ങൾ അവരിൽ ഉണ്ടായിരിക്കെ, തങ്ങൾ ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കെ പിന്നെ എങ്ങനെയാണ് അവരെ ശിക്ഷിക്കുക അല്ലേ. അതേസമയത്ത് ബഹുമാനപ്പെട്ട നൂഹ് അലൈഹിസ്സലാമിന്റെ സമുദായത്തെ നൂഹ് നബി അവരിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് അള്ളാഹു അവരെ ശിക്ഷിച്ചത്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഖൗമിനെ ലൂത്ത് നബി അവരിൽ ഉണ്ടായിരിക്കുകയാണ് ശിക്ഷിച്ചത്. സാലിഹ് നബിയുടെയും ഹൂദ് നബിയുടെയും ഒക്കെ ഖൗമിനെ അവരിൽ ഉണ്ടായിരിക്കെ തന്നെ അള്ളാഹു ശിക്ഷിച്ചു. അതേ അള്ളാഹുവാണ് പറഞ്ഞതില്ലേ, അതേ അള്ളാഹു പറയാണ് അള്ളാഹുവിന്റെ റസൂൽ പിന്നെ തങ്ങൾ ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കെ അവരെ എങ്ങനെയാണ് ശിക്ഷിക്കുക. അപ്പൊ അത് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹുവിനുള്ള സ്നേഹത്തിന്റെ കാഠിന്യമാണ് അത് മനസ്സിലാക്കി തരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇന്ന് വളരെ സവിസ്തരമായി പ്രതിപാദിക്കാനിരിക്കുകയാണ് അബ്ദുൽ ബാരി ഹുദവി. ഇൻഷാ അല്ലാഹ് ഇനി നാളെ എന്താ തിങ്കളാഴ്ച അല്ലേ? അതെ, നാളെ തിങ്കളാഴ്ച, നാളെ ശംസുദ്ദീൻ ഫൈലിയുടെ ക്ലാസും, മറ്റന്നാൾ ചൊവ്വാഴ്ച ബഹുമാനപ്പെട്ട MT ദാരിമിന്റെ ക്ലാസും, ബുധനാഴ്ച നമ്മുടെ പിന്നെ സംവാദവും, വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ നൂറുൻ അലാ നൂറിന്റെ സമാപനവും താൽക്കാലികമായ സമാപന സമ്മേളനവും ആയിരിക്കും ഉണ്ടാവുക എന്ന് കൂടി അറിയിച്ചുകൊണ്ട്, അത് അന്തിമ തീരുമാനമല്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസ്സലാം ബാഖവിയൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞു, അത് നിങ്ങളുമായി പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട പൂക്കോറ്റങ്ങൾ, ബഹുമാനപ്പെട്ട നാസിഫ് ഉസ്താദ് പോലെയുള്ള മറ്റു പല ആളുകളുമായൊക്കെ കൂടിയാലോചന നടത്തിയതിന് തീരുമാനം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.
പിന്നെ ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോഴോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട അങ്ങനെ പറയുമ്പോ ഉണ്ടല്ലേ, ബഹുമാനപ്പെട്ട തന്നെയാണ്. പിന്നെ അബ്ദുൽ ബാരി ഹുദവിയാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അതിനു മുമ്പായി ഈ നൂറിന്റെ തുടക്കം, നൂറുൽ അലാ നൂർ എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്മാൻ എടത്തിൽ മസ്നബി രചിച്ച ഒരു ഗാനം അത് ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടാണ് അതിന് തുടക്കം കുറിക്കുക. അത് പ്ലേ ചെയ്യാൻ വേണ്ടി മുഹമ്മദ് കുട്ടി 786 ക്ഷണിക്കുകയാണ്. മുഹമ്മദ് കുട്ടി 786 അത് പ്ലേ ചെയ്ത ഉടനെ തന്നെ അബ്ദുൽ ബാരി ഹുദവി റൈസ് ഹാൻഡ് ചെയ്യുകയും മൈക്കെടുക്കുകയും ചെയ്യണമെന്നും ആവശ്യപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂറുൻ അലാ മുത്ത് മുസ്തഫ റസൂലിന്റെ അറിവിന്റെ അനന്ത വിഹായത്തിലേക്ക് തുറക്കുന്ന വിസ്മയ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൽ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയുടെ അനിർവചനീയ അനുഭൂതി നൽകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പഠിക്കാനും പകർത്താനും ഉതകുന്ന അലൈക യാ ഹബീബ് നൂറുൽ അലാ നൂർ KICR SKSSF മീലാദ് ക്യാമ്പ്. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പ്രത്യേക പരിപാടികൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ. ഓരോ സത്യവിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ട മർമ്മപ്രധാനമായ വിശ്വാസ ഘടകങ്ങൾ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം നിർണായകമായ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ അനിവാര്യമായും തിരിച്ചറിവ് തേടുന്ന അനേകം വിഷയങ്ങൾ. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന നൂറുൻ അലാ നൂർ KICR SKSF മീലാദ് ക്യാമ്പയിനിൽ പ്രമുഖ പണ്ഡിത നിരയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനേകം പഠന പ്രഭാഷണങ്ങൾ. അറിയാനുള്ള അഭിനിവേശം പുതുതലമുറയെ വിദഈ കക്ഷികളുടെ വികല വിശ്വാസങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഥവാ യഥാർത്ഥ ദീനിന്റെ നേർവഴി കാണിക്കാൻ പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും കണ്ണിമുറിയാത്ത ആദർശ സംഹിതയുമായി സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും ആദർശ ബോധന രംഗത്തെ തിളക്കമാർന്ന പണ്ഡിത നിരയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ അണിനിരക്കുന്ന പ്രതിദിന പ്രഭാഷണങ്ങൾ. നാരിയത്ത് സ്വലാത്ത് സംവാദത്തിലൂടെയും അശ്അരി ത്വരീഖത്ത്, സ്ത്രീ ജുമഅ ജമാഅത്ത്, മുഅ്ജിസത്ത് തുടങ്ങി അനേകം സംവാദങ്ങളിലൂടെയും തുടർവർണ്ണ ക്ലാസുകളിലൂടെയും ശ്രോതാക്കൾക്ക് സുപരിചിതരായ ഓൺലൈൻ ദഅവ രംഗത്തെ ശ്രദ്ധേയ പണ്ഡിത സാന്നിധ്യങ്ങളായ ഉസ്താദ് അബ്ദുസലാം ബഖവി, ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൻവരി, ഉസ്താദ് MT അബൂബക്കർ ദാരിമി, ഉസ്താദ് അച്ചു ഫൈലി, ഉസ്താദ് ജലീൽ ദാരിമി, ഉസ്താദ് TH ദാരിമി, ഉസ്താദ് അലവിക്കുട്ടി ഹുദവി മുണ്ടംപറമ്പ്, ഉസ്താദ് ഷംസുദ്ദീൻ ഫൈലി, ഉസ്താദ് സൽമാൻ അസ്ഹരി തുടങ്ങി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രിയ സാരഥികൾ അണിനിരന്നു. അറിവിന്റെ അനന്ത വിഹായത്തിലേക്ക് തുറക്കുന്ന വിസ്മയ ജാലകം കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. روحي فدا يا حبيبي سلام يا رسول وسلام روحي فدا يا حبيبي سلام മരതക നിറമുള്ള മദീന തിരുറൗള മനസ്സിൽ നിറയുന്ന റബീഉൽ അവ്വൽ മരതക നിറമുള്ള മദീന തിരുറൗള മനസ്സിൽ നിറയുന്ന റബീഉൽ അവ്വൽ മദ്ഹിൻ മധുരത്തിൻ മദിയുദി അരികത്തിൻ മഹ്മൂദിൻ മീലാദ് മാസം വന്നേ യാ നബി അസ്സലാം റൂഹി ഫിദാ യാ ഹബീബി സലാം യാ റസൂൽ വസലാം റൂഹി ഫിദാ യാ ഹബീബി സലാം.
അഷ്റഫുൽ ഖൽഖ് അഹ്മദരെ ഹുബ്ബാൽ തുടർന്നിടേണം അതതിലവർ കനുനിമിഷം തസ്ലീം മൊഴിഞ്ഞിടേണം അഷ്റഫുൽ ഖൽഖ് അഹ്മദരെ ഹുബ്ബാൽ തുടർന്നിടേണം അതതിലവർ കനുനിമിഷം തസ്ലീം മൊഴിഞ്ഞിടേണം നൂർ നലാ നൂർ നബി മുസ്തഫ താജ നൂർ നിറവിനെ വഴികാട്ടി സിറാജ കടലും കരയും ഹജറും ഷജറും മണ്ണും വീണ്ടും മധു പറയും ഇഷ്കിൻ നിശ്ചലിൽ ഖൽബ് നിറയും പുതുക്കം പതകം പാടും പാരി യാ നബി അസ്സലാം റൂഹി ഫിദാ യാ ഹബീബി സലാം യാ റസൂൽ വസലാം റൂഹി ഫിദാ യാ ഹബീബി സലാം മരതക നിറമുള്ള മദീന തിരുറൗള മനസ്സിൽ നിറയുന്ന റബീഉൽ അവ്വൽ മരതക നിറമുള്ള മദീന തിരുറൗള മനസ്സിൽ നിറയുന്ന റബീഉൽ അവ്വൽ മദ്ഹിൻ മധുരത്തിൻ മദിയുദി അരികത്തിൻ മഹ്മൂദിൻ മീലാദ് മാസം വന്നേ യാ നബി അറിവിന്റെ അനന്ത വിഹായസിലേക്ക് തുറക്കുന്ന വിസ്മയജാലകം കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൽ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين والصلاة والسلام على من أرسل رحمة للعالمين سيدنا ونبينا محمد النبي الأمين وعلى آله وصحبه الفائزين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وبشر المؤمنين بأن لهم من الله فضلا كبيرا ولا تطع الكافرين والمنافقين ودع أذاهم وتوكل على الله وكفى بالله وكيلا صدق الله مولانا العظيم. قال نبينا محمد صلى الله عليه وسلم لكل نبي دعوة مستجابة فتعجل كل نبي دعوته وإني اختبأت دعوتي شفاعة لأمتي يوم القيامة صدق رسولنا صلى الله عليه وسلم. يا نفس لا تقنطي من زلة عظمات إن الكبائر في الغفران كاللمم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل على سيدنا ونبينا محمد مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനാദരങ്ങൾ നിറഞ്ഞ ഉലമാക്കളെ, നേതാക്കളെ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കരുത്തരായ പ്രവർത്തകരെ, ദീനി സ്നേഹികളെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നൂറുൻ അലാ നൂർ എന്ന ഈ പരിപാടിയിൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം പങ്കെടുക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മയെ വിജയിപ്പിക്കുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ കുടുംബങ്ങളെയും ഉലമാക്കളെയും ഒക്കെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് വളരെ നല്ലൊരു ആമുഖം നൽകുകയുണ്ടായി. ഇവിടെ ഇതിനു മുന്നേ ക്ലാസ്സിലെത്ത ആളുകളൊക്കെ വളരെ പ്രഗത്ഭരായ, കഴിവ് തെളിയിച്ച, സ്വാധീനമൊക്കെ തെളിയിച്ച പണ്ഡിതരാണ് ഇവിടെ മുമ്പ് ക്ലാസ് എടുത്തിട്ടുള്ളത്. അത് കേട്ടപ്പോൾ തന്നെ തീരെ ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കാതെ തന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആത്മധൈര്യവും ചോർന്നിട്ടുണ്ട്. ഏതായാലും അള്ളാഹുവിന്റെ ദീനിനെ പറയുക, കേൾക്കുക, അതിന്റെ പുണ്യം കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉള്ള അറിവ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഷെയർ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിൽ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇൽമിനെ അല്ലാഹു നാഫി ആക്കട്ടെ. ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു പറയുന്ന, നമ്മളൊക്കെ പലപ്പോഴും കേട്ട് പരിചയമുള്ള ഒരു ആയത്താണ് വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക സമൂഹത്തിൽ ഉണ്ടായിരിക്കെ അവരെ ശിക്ഷിക്കുക എന്നത് അള്ളാഹുവിന്റെ ചര്യയല്ല, അള്ളാഹുവിനോട് ചേർന്നതല്ല എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുന്ന വളരെ അത്ഭുതകരമായ ഒരു ആയത്താണ് ഈ ആയത്ത്. ഈ ആയത്ത് ഇറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട്. പലപ്പോഴും ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ട് കാണും. മക്കത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട്ടുകാർ സാധിക്കാത്ത പല കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും നബിയെ പരിഹസിക്കുകയും നബിയുടെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും പല രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ട് അതൊക്കെ അവരുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്ന ആ കൂട്ടത്തില് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞുപോയ സമൂഹങ്ങളെ കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നളർ ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യൻ, അയാള് പേർഷ്യയിലും മറ്റും ഷാമിലുമൊക്കെ യാത്ര ചെയ്ത് അവിടെയുള്ള ചരിത്രവും അവിടെയുള്ള ആളുകളെ കുറിച്ചും കഴിഞ്ഞുപോയ സമുദായത്തെക്കുറിച്ചുമൊക്കെ ചില അറിവ് നേടിയ വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഴയ സമൂഹങ്ങളുടെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കെ നബി തങ്ങൾ എഴുന്നേറ്റ് പോയ ഉടനെ അതേ സീറ്റിൽ ഈ നളർ ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യൻ വന്നിരിക്കുകയും ഒരുപാട് പഴയ ചരിത്രങ്ങൾ അദ്ദേഹത്തിന്റെ അറിവ് വെച്ച് ചില ചരിത്രങ്ങൾ പറയുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതൊന്നും വഹയല്ല, എനിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുമെന്ന് മുശ്രിക്കീങ്ങളുടെ മുന്നിൽ നബിയെ പരിഹസിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. എന്നിട്ട് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ. അല്ലാഹുവേ, ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാണെങ്കിൽ, ഞാനും ചില കഥകളൊക്കെ പറയുന്നുണ്ട്, മുഹമ്മദ് പറയുന്നതാണ് സത്യമെങ്കിൽ ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ, ഞങ്ങളുടെ തലയിൽ ആകാശത്ത് നിന്നുള്ള കല്ലുകൾ വർഷിച്ച് നീ ഞങ്ങളെ ശിക്ഷിക്കണമേ എന്ന് വളരെ ധിക്കാരപൂർവം നളർ ഇബ്നു ഹാരിസ് പ്രാർത്ഥിക്കുകയാണ്. ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇത് അബൂജഹൽ ചെയ്ത പ്രാർത്ഥനയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മുഫസ്സിരീങ്ങൾക്കിടയിൽ. ഏതായാലും നളർ ഇബ്നു ഹാരിസ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഏതായാലും ഇങ്ങനെ ഒരു പ്രാർത്ഥന നടന്നു എന്നതിന് തെളിവാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ എന്ന് സൂറത്തുൽ അൻഫാലിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആയത്ത് ഇറങ്ങിയപ്പോ അല്ലാഹു അതിന് പ്രതികരിച്ചത് വളരെ കൗതുകപൂർവമാണ്. അല്ലാഹു പറയാണ്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. റസൂലെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധന ചെയ്ത് പറയണം, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും, നിങ്ങളെ പരിഹസിക്കുന്ന ശിക്ഷ വേണമെന്ന് എന്നോട് ആവശ്യപ്പെടുന്ന ഈ സമൂഹത്തെ ഞാൻ ശിക്ഷിക്കുന്നവനല്ല, ഞാൻ ശിക്ഷിക്കാൻ ആളല്ല. വഅൻത ഫീഹിം, അങ്ങവിടെയുണ്ട്, അങ്ങവിടെ ഉണ്ടാവുമ്പോ ഞാൻ എങ്ങനെ ശിക്ഷിക്കാനാണ് നബിയെ? വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ എന്ന് മാത്രമല്ല, അള്ളാഹു അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന കാലത്തോളം അവരെ ശിക്ഷിക്കുകയുമില്ല.
ഇവിടെ ഈ ആയത്തിന് രണ്ട് ഷിഖുണ്ട്, രണ്ട് ഭാഗങ്ങളുണ്ട്. ഇതിന്റെ ഒന്നാമത്തെ ഭാഗത്തില് ഏറ്റവും വലിയ മഹാനായ റസൂലുള്ളാഹി വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കപ്പെട്ടത് തന്നെ ലോകർക്ക് മുഴുവനും അനുഗ്രഹമായിട്ടാണ് എന്ന ആയത്തിന് അടിവരയിടുന്ന ഒരു വാക്കാണിത്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, അങ്ങയുടെ സാന്നിധ്യമുള്ള കാലത്തോളം നബിയെ ഞാൻ അവരെ ശിക്ഷിക്കുകയില്ല എന്ന് പറയാം. അപ്പൊ ഇവിടെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം എന്ന ഒറ്റ കാരണം കൊണ്ട് അള്ളാഹുവിനെ പരിഹസിക്കുന്ന, അള്ളാഹുവിനോട് ശിക്ഷ ഇറക്കിത്ത എന്ന് പറയുന്ന ധിക്കാരികളോട് അള്ളാഹു ശിക്ഷ ഇറക്കാതെ നബിയുള്ള ഒറ്റ കാരണം കൊണ്ട്, നിങ്ങളില്ലെങ്കിൽ ഞാൻ അവരെ എന്റെ കഴിവ് കാണിച്ചു കൊടുക്കുമായിരുന്നു എന്ന് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. അള്ളാഹുവിന് ഇവരാരാ? അടുത്ത ആയത്തിൽ അള്ളാഹു ചോദിക്കുക, ഈ മക്ക മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനാരാ? അവര് മക്കയിൽ വരുന്ന കഅബ സിയാറത്ത് ചെയ്യാനും തവാഫ് ചെയ്യാനും ഒക്കെ വരുന്ന ആളുകളെ തടയുന്ന ആളുകളാണ്. അവരെ ശിക്ഷിക്കാൻ, അല്ലെങ്കിൽ അവരെന്റെ ആരുമല്ല, അവരെ ഞാൻ ശിക്ഷിക്കുന്നവനാണെന്ന് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായി എന്ന ഒറ്റ കാരണം കൊണ്ട് എന്റെ ശിക്ഷയെ ഞാൻ പിൻവലിക്കുന്നു, തടഞ്ഞു വെക്കുന്നു എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു നൽകുന്ന മഹത്തായ തഅലീമു ശറൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൽകിയ മഹത്തായ സ്ഥാനമാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരായത്ത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചത് ഷാഹിദൻ വമുബശ്ശിറൻ. ഒരുപാട് വിശേഷണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറയുന്നുണ്ട്. ആ വിശേഷണങ്ങളുടെ കൂട്ടത്തിൽ പറയുന്ന ഒന്നാണ് ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ. നദീർ എന്ന് പറയുന്ന ഒരു വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് മുന്നറിയിപ്പുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ അദാബിനെ കുറിച്ച് പറഞ്ഞു, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, അങ്ങുള്ള സമയത്ത് ആ സമൂഹത്തെ ഞാൻ ഒരിക്കലും ശിക്ഷിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാം. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗ ലക്ഷ്യമാണ് ഇൻദാർ എന്ന് പറയുന്നത്. നദീർ എന്ന വാക്ക് പലയിടങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ അദാബും പല സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മാത്രമല്ല ഖുർആനിന്റെ വലിയൊരു ഭാഗം തന്നെ ഖസസാണ്. ഈ ഖസസുകളിലൊക്കെ പ്രധാനമായി മുഴച്ചു നിൽക്കുന്നത് അള്ളാഹു പഴയ സമൂഹങ്ങളെ അവർ ധിക്കരിച്ചപ്പോൾ അവരോട് അള്ളാഹു എങ്ങനെയാണ് അവരോട് പ്രതികരിച്ചത് എന്നതിനെ കുറിച്ചാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും വിശുദ്ധ ഖുർആന്റെ ഘടന വെച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഖുർആന്റെ വലിയൊരു ഭാഗം അദാബിനെ കുറിച്ച് പറയാനുള്ളതാണ്. ആ അദാബ് എന്തുകൊണ്ട് സംഭവിച്ചു, ഏതെല്ലാം രീതിയിലാണ് അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് അള്ളാഹു ശിക്ഷിക്കുന്നത്, ഏതെല്ലാം രീതിയിൽ ആ ശിക്ഷ ഇനിയും ഉണ്ടാവാം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന് പ്രത്യേകതയുണ്ടോ, കഴിഞ്ഞുപോയ സംഭവങ്ങൾക്ക് ലഭിച്ച അതേ ശിക്ഷ ഇനിയും വരാമോ എന്നിത്യാദി ചർച്ചകളൊക്കെയാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് പ്രത്യേകമായി നാം ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ ശിക്ഷക്കും അള്ളാഹുവിന്റെ കോപത്തിനുമൊന്നും വിധേയമാവാതെ അള്ളാഹു ഇഷ്ടപ്പെട്ട ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, പിഴച്ചവരോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപത്തിനൊന്നും വിധേയമായവരോ അല്ലാത്ത സിറാത്തൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന് പറയുന്ന നമ്മൾ 17 തവണ അള്ളാഹുവിനോട് ചോദിക്കുന്ന ആ വഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗമാണ് ഈ അദാബിനെ കുറിച്ചും കഴിഞ്ഞുപോയ സംഭവങ്ങളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കല്. അത്തരം ശിക്ഷകൾ ഇനി വരാനുള്ള ഒരുപാട് കാരണങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാവുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒരു ബോധം നമുക്കുണ്ടാവുകയും ക്രിയാത്മകമായി ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു ഉമ്മത്ത് എന്ന നിലക്ക് ഈ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുകൂടി മനസ്സിലാക്കാനാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലു കാന അക്സറുഹും മുശ്രിക്കീൻ. സൂറത്ത് റൂമിൽ അള്ളാഹു പറയാണ്, ഖുൽ സീറൂ ഫിൽ അർള്, നബിയെ സമൂഹത്തോട് നിങ്ങൾ പറയുക, സീറൂ ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുവീൻ, ഫൻദുറൂ എന്നിട്ട് നിങ്ങൾ കാണുവീൻ, കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ൽ, കഴിഞ്ഞുപോയ ആളുകളുടെ പര്യവസാനം, അവരുടെ ആഖിബത്ത് അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ കാണൂ. കാന അക്സറുഹും മുശ്രിക്കീൻ, കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ ഭൂരിഭാഗവും മുശ്രിക്കീങ്ങളായിരുന്നു എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാം.
മറ്റൊരു സ്ഥലത്ത് അള്ളാഹു തന്നെ പറയുന്നുണ്ട്, വകം അഹ്ലക്നാ മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹിൻ വകഫാ ബിറബ്ബിക ബിദുനൂബി ഇബാദിഹി ഖബീറൻ ബസീറ. അള്ളാഹു പറയും, എത്രയെത്ര സമൂഹങ്ങളെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം തലമുറകളെ നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന് അള്ളാഹു പറയാണ്. അപ്പോ ഖദ് ഖലത് മിൻ ഖബ്ലികും സുനനുൻ ഫസീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. ആലു ഇംറാനിൽ അള്ളാഹു പറയാണ്, ഇങ്ങനെ പല സ്ഥലങ്ങളിലായി കഴിഞ്ഞു പോയ സമൂഹങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ നടന്ന് കാണുവീൻ എന്ന് അള്ളാഹുവിന്റെ തേട്ടമാണ്. ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ൽ കാന അക്സറുഹും മുശ്രിക്കീൻ. അപ്പൊ അള്ളാഹുവിന് അവിടെ ഒരു സുനനുണ്ട്, ഒരു ചര്യയുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരെ, അഹങ്കാരികളായി ജീവിച്ചവരെ, പ്രവാചകന്മാരെ പുച്ഛിച്ചവരെ, പ്രവാചകന്മാരെ വധിച്ചവരെയൊക്കെ പല രീതിയിലാണ് അള്ളാഹു നേരിട്ടിട്ടുള്ളത്. ആ ചരിത്രങ്ങളൊക്കെ വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ അദാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്. അള്ളാഹു പറയുന്നു, വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും. നിങ്ങൾക്ക് എന്തൊക്കെ വിപത്തുകൾ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ തന്നെ കാരണമായി ഉണ്ടായതാണ്. നിങ്ങളുടെ കരങ്ങൾ ചെയ്തതിന്റെ പരിണിതിയായിട്ടാണ്, അല്ലെങ്കിൽ പരിണത ഫലമായിട്ടാണ് നിങ്ങൾക്ക് സംഭവിച്ചതെല്ലാം. അള്ളാഹു പെട്ടെന്നൊരു സുപ്രഭാതത്തില് ആക്രമിച്ച് ഭൂമി കുലുക്കിയിട്ട്, അല്ലെങ്കിൽ ആളുകളെ മുഴുവൻ ഭൂമിയിലേക്ക് താഴ്ത്തിയിട്ട്, വെള്ളപ്പൊക്കത്തിലൂടെ, യുദ്ധങ്ങളിലൂടെ എത്രയെത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ മരണപ്പെട്ടത്. 5 വർഷം കൊണ്ട് 65 ലക്ഷത്തോളം ആളുകൾ മരണപ്പെട്ടു രണ്ടാം ലോക മഹായുദ്ധത്തിൽ. 15 ലക്ഷം മുതൽ 71 ലക്ഷം വരെ എന്നൊക്കെ പുസ്തകങ്ങളിൽ കാണാൻ പറ്റും. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇതുപോലെ ആളുകൾ മരണപ്പെട്ടു. ഇപ്പൊ അടുത്തായി നമ്മളൊക്കെ അനുഭവിച്ച, അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടും കേട്ടുമൊക്കെ പേടിച്ച സുനാമി പോലുള്ള ദുരന്തത്തിലൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെടുക. ഇതിലൊക്കെ തീർച്ചയായും അള്ളാഹു നേരിട്ട് ചെയ്യുന്നതാണല്ലോ. ഒമാതുസ്കുതുമിൻ വറഖത്തിൻ എന്നാണല്ലോ. ഒരു ഇല വീഴുന്നുണ്ടെങ്കിൽ, ഒരു ഇല വീണതുകൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഭൂമിയിൽ ഒരു പുതിയ മാറ്റം നമ്മുടെ കാഴ്ചപ്പാടിൽ സംഭവിക്കാത്ത ഒന്നാണ് ഒരു ഇല പൊഴിയുക എന്നത്. അപ്പൊ ഒരു ഇല പൊഴിയുന്നത് പോലും അള്ളാഹുവിന്റെ ഇറാദത്തും അള്ളാഹുവിന്റെ തീരുമാനവും അള്ളാഹുവിന്റെ ഇടപെടലുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പച്ചയായി പറയുമ്പോ, ഭൂമിയിൽ നടക്കുന്ന എന്തെല്ലാം അപകടങ്ങളുണ്ടോ, അല്ലെങ്കിൽ മരണങ്ങളുണ്ടോ, അല്ലെങ്കിൽ മനുഷ്യന് നേരിടുന്ന വിപത്തുകളുണ്ടോ, അതിലൊക്കെ അള്ളാഹുവിന്റെ വ്യക്തമായ ഇടപെടലുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു പറയണം, വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും. നിങ്ങളുടെ കരങ്ങൾ കൊണ്ടുണ്ടായതാണ് നിങ്ങൾ അനുഭവിക്കുന്നതൊക്കെ. അലം യഅതിഹിം നബഉൽ ലദീന മിൻ ഖബ്ലിഹിം ഖൗമി നൂഹിൻ വആദിൻ വസമൂദ വഖൗമി ഇബ്രാഹീം വഅസ്ഹാബി മദിയന വൽമുഅ്തഫികാതി അതത്ഹും റുസുലുഹും ബിൽബയ്യിനാത് ഫമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. ഒരുപാട് സമൂഹങ്ങളെ നശിപ്പിച്ച കഥ അള്ളാഹു പറഞ്ഞിട്ട് പറയാണ്. ആദ് സമൂഹം, നൂഹ് നബിയുടെ സമൂഹം, സമൂദ് ഗോത്രം, ഇബ്രാഹിം നബിയുടെ അനുയായികൾ, അസ്ഹാബ് മദിയന, ഇങ്ങനെ ഒരുപാട് സമൂഹത്തെ പറഞ്ഞിട്ട് പറയാണ് ഫമാ കാന അല്ലാഹു ലിയദ്ലിമഹും. ഇവിടെ ഒന്നും അള്ളാഹു അവരെ ആക്രമിച്ചതല്ല. ചിലപ്പോൾ നമുക്കൊക്കെ തോന്നിപ്പോവാറുണ്ട് അങ്ങനെ. ഹൈത്തിയിലൊക്കെ ഒരു സുപ്രഭാതത്തില് ഒരു ഒറ്റ രാവിലെ കൊണ്ട് 1.5 ലക്ഷത്തോളം ആളുകൾ ഒറ്റയടിക്ക് മരണപ്പെടുകയാണ്. കുഞ്ഞുങ്ങള്, ഭക്ഷണം കിട്ടാത്ത ആളുകള്, പാവങ്ങള്, ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ദയ തോന്നുന്ന ആളുകൾ. ഇതിലൊക്കെ അള്ളാഹു പറയുന്നത് എന്താ? വമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. ഇവിടൊക്കെ ജനങ്ങൾ ചെയ്തതിന്റെ പരിണിതിയായിട്ടാണ് അവരിതൊക്കെ അനുഭവിക്കുന്നത് എന്ന് അള്ളാഹു പറയുന്നത്. അപ്പൊ ഇതൊന്നും നമ്മൾ വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹ ലാ യദ്ലിമുൻ നാസ ശൈഅൻ വലാകിന്നൻ നാസ അൻഫുസഹും യദ്ലിമൂൻ. ഇന്നല്ലാഹ ലാ യദ്ലിമുൻ നാസ ശൈഅൻ വലാകിന്നൻ നാസ അൻഫുസഹും യദ്ലിമൂൻ. സൂറത്ത് യൂനിസിൽ അള്ളാഹു പറയാണ്. അപ്പൊ അള്ളാഹു ഒരിക്കലും മനുഷ്യനെ ആക്രമിക്കയില്ല. അന്യ ഹറംതു ദുൽമ അലാ നഫ്സി എന്ന് നമ്മൾ ഖുദ്സിയ ഹദീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്റെ നഫ്സിൽ ഞാനൊരു ദുൽമിനെ ഹറാമാക്കിയിട്ടുണ്ട്. എന്റെ ഭാഗത്തുനിന്നൊരു ദുൽമ് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു വളരെ വ്യക്തമായി പറയാണ്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ്, എന്ന് മുതലാണ് ഈ ശിക്ഷ ഇറങ്ങി തുടങ്ങിയത്? എന്തുകൊണ്ടാണ് അള്ളാഹു ശിക്ഷിക്കുന്നത്? ഇനി ഇത്തരത്തിലുള്ള ശിക്ഷ വരാൻ സാധ്യതയുണ്ടോ? എന്താണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നമുക്ക് ലഭിച്ച നേട്ടം എന്നിത്യാദി കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു എന്നാണ് ഇങ്ങനെ ശിക്ഷിക്കാൻ തുടങ്ങിയത്? എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ശിക്ഷിക്കാൻ തുടങ്ങിയത്? വിശുദ്ധ ഖുർആൻ തന്നെ അതിന് പറയുന്നുണ്ട്. വകം അഹ്ലക്നാ മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹിൻ വകഫാ ബിറബ്ബിക ബിദുനൂബി ഇബാദിഹി ഖബീറൻ ബസീറ. അള്ളാഹു പറയുന്നു, വകം അഹ്ലക്നാ മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹിൻ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം എത്രയെത്ര തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം വരെ അള്ളാഹു സമൂഹങ്ങളെ നശിപ്പിച്ചിട്ടില്ല. അതിന് കാരണം
അവരിൽ ഭൂരിഭാഗവും അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരും അള്ളാഹുവാണ് ഖാലിഖ് എന്ന് മനസ്സിലാക്കിയവരുമായിരുന്നു. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷമാണ് ധിക്കാരവും കുഫറുമൊക്കെ വ്യാപിച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇടയിൽ 10 നൂറ്റാണ്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലുള്ളവരൊക്കെ പറയുന്നു, മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇടയിൽ 10 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ നൂറ്റാണ്ടുകളിലൊന്നും അള്ളാഹുവിന്റെ ശിക്ഷ എന്ന സമ്പ്രദായം അള്ളാഹു തുടങ്ങിയിട്ടില്ല. വകം അഹ്ലക്നാ മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹിൻ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം നാം തലമുറകളെ തന്നെ നശിപ്പിച്ചു എന്ന് പറയാൻ. അപ്പൊ അതിന്റെ തുടക്കം അവിടെയാണ് എന്ന് പണ്ഡിതന്മാര് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. എന്നാൽ ഈ ശിക്ഷ ഏത് കാലം വരെ തുടർന്നു? ഏത് കാലം വരെ ഈ ശിക്ഷ തുടർന്നു? മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ഖുർആനിൽ പറയുന്നു, വലഖദ് ആതൈനാ മൂസൽ കിതാബ മിൻ ബഅദി മാ അഹ്ലക്നൽ ഖുറൂനൽ ഊലാ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നാം കിതാബ് നൽകി മിൻ ബഅദി മാ അഹ്ലക്നൽ ഖുറൂനൽ ഊലാ, ആദ്യ തലമുറകളെയൊക്കെ നശിപ്പിച്ചതിന് ശേഷം തലമുറകളെ നശിപ്പിക്കുക എന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തോടു കൂടി അള്ളാഹു നിർത്തലാക്കി. മുഫസ്സിരീങ്ങൾ തന്നെ പറയാണ്, അഹ്ലുൽ ഇൽമിന്റെ അടുത്ത് മഅറൂഫായത് തൗറാത്ത് ഇറങ്ങിയതിനു ശേഷം അള്ളാഹു ഒരു സമൂഹത്തെയും നശിപ്പിച്ചിട്ടില്ല എന്നതാണ്. ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം വരെയുള്ള സമൂഹങ്ങളെയാണ് അള്ളാഹു സമ്പൂർണമായി നശിപ്പിച്ചത്. 2 രീതിയിലാണ് അള്ളാഹുവിന്റെ അദാബ് ഈ മനുഷ്യകുലത്തിൽ വന്നിട്ടുള്ളത്. മനുഷ്യകുലത്തിൽ അള്ളാഹുവിന്റെ അദാബ് വന്നിട്ടുള്ളത് 2 നിലക്കാണ്. ഒന്ന് ഇസ്തിഗ്സാലായിട്ട് സമൂഹത്തെ ഒന്നാകെ നശിപ്പിച്ചു കളയുന്ന രീതിയിൽ ഒരു ശിക്ഷ അള്ളാഹു തുടങ്ങി വെച്ചു, അദാബുൽ ഇസ്തിഗ്സാൽ. ആ അദാബുൽ ഇസ്തിഗ്സാലാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ തുടർന്നത്. രണ്ടാമത്തെ വിഭാഗമാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ അള്ളാഹുവിന്റെ ഒരു ശിക്ഷാ സമ്പ്രദായമാണ് ഒരു വിഭാഗത്തെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് ശിക്ഷിക്കുന്ന സമ്പ്രദായം. ആ സമ്പ്രദായമാണ് തൗറാത്ത് ഇറങ്ങിയത് മുതൽ അള്ളാഹു ഭൂമിയിൽ തുടരുന്നത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയാം. അതാണ് നാം നേരത്തെ ഓതി വെച്ച ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത്, വലഖദ് ആതൈനാ മൂസൽ കിതാബ മിൻ ബഅദി മാ അഹ്ലക്നൽ ഖുറൂനൽ ഊലാ. ഈ അഹ്ലക എന്ന് പറയുന്നത് സമൂഹത്തെ ഒന്നിച്ച് നശിപ്പിച്ചു കളയുന്നതിനെ കുറിച്ചാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ശിക്ഷ തുടങ്ങിയത് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. അപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏത് രീതിയിലുള്ള ശിക്ഷയാണ് നമുക്കുണ്ടാവുക, ഏതെല്ലാം രീതിയിലാണ് അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനായ പുണ്യ റസൂലുള്ളാഹി എങ്ങനെയൊക്കെയാണ് അള്ളാഹുവിനോട് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, വലൗ യുആഖിദുല്ലാഹു അൻ-നാസ ബിമാ കസബു മാ തറക അലാ ളഹരിഹാ മിൻ ദാബ. അള്ളാഹു മനുഷ്യരെ അവർ ചെയ്യുന്ന തെറ്റിനനുസരിച്ച് പിടികൂടുകയാണെങ്കിൽ, ശിക്ഷിക്കുകയാണെങ്കിൽ, മാ തറക അലാ ളഹരിഹാ മിൻ ദാബ, ആ ഭൂമുഖത്ത് ഒരു ജീവിയെയും അള്ളാഹു വിട്ടേച്ചു പോകൂല, ഒഴിവാക്കൂല. ഒരു ജീവിയെയും എന്ന് പറയുന്നതിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഭൂമിയിലുള്ള മാളത്തിൽ കഴിയുന്ന എലികളെ പോലും അള്ളാഹു വിടൂല, കൃഷികളെ പോലും അള്ളാഹു വിടൂല. മനുഷ്യന്റെ പാപങ്ങൾ അത്രമാത്രം ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, ഭൂമിയിലും കരയിലും കടലിലുമൊക്കെ ഫിത്നയും ഫസാദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഫിത്നയുടെ അർത്ഥത്തിലാണ് പൊതുവെ ഫസാദിനെ പരിഗണിക്കാറുള്ളത്. ഫസാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യമായിട്ട് നിലവിലുള്ള നല്ല സംവിധാനങ്ങൾക്ക് ഭംഗം വരിക എന്നാണ്. ഫസദത്തായം എന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷണം കേടുവന്നു എന്നാണ്. അവിടെ ആരും കച്ചറ ഉണ്ടാക്കാൻ വരുന്നില്ലല്ലോ, ഉള്ളതിന്റെ ഉപയോഗശൂന്യമാവുക, അല്ലെങ്കിൽ അതിന്റെ കൊണ്ട് വേറെ ഉപകാരം ഉണ്ട്, അതിൽ പുതിയ ബാക്ടീരിയ വരും, അതുകൊണ്ട് വേറെ മണം വരുന്നു, ദുർഗന്ധം വരുന്നു, ഇങ്ങനെ എന്നതുപോലെ ദഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടയിലുമൊക്കെ വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, കാലാവസ്ഥക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇന്നൊക്കെ നമ്മൾ കാലാവസ്ഥാ മാറ്റത്തിന്റെ കെടുതികള് യൂറോപ്പിലൊക്കെ നമ്മൾ അതിന്റെ തീക്ഷ്ണ രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പെട്ടെന്ന് വരുന്ന മഞ്ഞുമലകളെ പോലെ ചില വെള്ളം കെട്ടി നിന്നിരുന്ന തടാകങ്ങളൊക്കെ ഐസ് സ്കേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കെട്ടിനിന്ന് വെള്ളം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മഞ്ഞായി മാറിയിട്ട് ജനങ്ങളൊക്കെ അവിടെ കളിക്കുകയും ഐസ് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് കാണാം. അപ്പൊ ഇങ്ങനെ പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് മനുഷ്യന്റെ തിന്മകൾ വഴിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ലഹറൽ ഫസാദു
ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ കാരണമായിട്ട്, തിന്മകൾ കാരണമായിട്ടാണ് ഭൂമിയുടെ ക്രമങ്ങളൊക്കെ തെറ്റുന്നത്, ഫസാദ് വരുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഏത് രീതിയിലുള്ള ശിക്ഷകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് എന്ത് സംഭവിക്കുന്നു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പഴയ കാലത്തുള്ള ഇങ്ങനെ ശിക്ഷ, ഈ രീതിയിൽ ശിക്ഷ വരാനുണ്ടായ കാരണത്തെക്കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇതിന് പറയുന്നുണ്ട്. പഴയ കാലത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ശക്തി കൂടുതലായിരുന്നു, ശാരീരിക ഘടന, ശരീരത്തിന് വലിയ ആകാരമുള്ള ആളുകളായിരുന്നു. ശക്തി ഇന്നുള്ള മനുഷ്യരെക്കാളും ഒക്കെ എത്രയോ 10 മടങ്ങ് 100 ഇരട്ടിയൊക്കെ ശക്തിയുള്ള ആളുകളായിരുന്നു. അത്തരം ആളുകള് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിലും അള്ളാഹുവിനെ എതിര് ചെയ്യുന്ന വിഷയത്തിലും പ്രവാചകന്മാരെയൊക്കെ വധിക്കാനൊക്കെ ധൈര്യം കാണിക്കുന്നതുമാണ്. അപ്പൊ മാനസികമായും ശാരീരികമായും ഭയങ്കര കരുത്തുള്ള ഒരു വിഭാഗമായിരുന്നു കഴിഞ്ഞുപോയ സമൂഹങ്ങളൊക്കെ. അപ്പൊ ആ സമൂഹങ്ങളെ അള്ളാഹു കൂടുതൽ കാലം ഇവിടെ ആയുസ് കൊടുത്ത് നിർത്തി. അതിനൊരു കാരണമുണ്ട്. ആന്ത്രോപോളജിക്കലായി ചിന്തിക്കുമ്പോഴേ നമുക്കറിയാം, മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും ആദം ബീവി ഹവ്വ റളിയല്ലാഹു തആല അൻഹ, ഉമ്മുന ഹവ്വ ബീവി റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ് ഈ മനുഷ്യകുലം പിറക്കുന്നത്. നമുക്കറിയാം. അപ്പൊ അവിടെ നിന്ന് വരുന്ന ഈ ജനസമൂഹം ഒറ്റടിക്ക് ആദ്യം തന്നെ അള്ളാഹു നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ ഇവിടെ ഈ ഭൂമിയിൽ ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ എന്നാണ്. ഈ ഭൂമിയെ അധിവസിക്കാനായി തുടർന്ന് വരുന്ന ഒരു തലമുറയായി, വംശനാശം സംഭവിക്കാത്ത ഒരു വിഭാഗമായി എന്നൊക്കെ മുഫസ്സിരീങ്ങൾ അതിനർത്ഥം പറയുന്നുണ്ട്. അപ്പൊ വംശനാശം സംഭവിക്കാത്ത ഒരു വിഭാഗമായി ഇവിടെ മനുഷ്യനാണുള്ളത് എന്ന് പോലെ മുഫസ്സിരീങ്ങളും പറയുന്നു. ഖലീഫ എന്ന പദപ്രയോഗം കൊണ്ട് നമുക്കറിയാം ഇവിടെ ഡിനോസാറുകളുടെ കാലം ഉണ്ടായിരുന്നു, നമ്മളൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇതുപോലെ ഒരുപാട് വർഗങ്ങള് ഭൂമിയിൽ നിന്ന് ഇല്ലാതെയായി, അപ്രത്യക്ഷമായി എന്നൊക്കെ നമ്മൾ പഠിക്കുന്നു. അപ്പോ പല ജീവസമൂഹങ്ങളും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി പുതിയത് ജന്മം കൊണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അള്ളാഹു മനുഷ്യനെ പടച്ചത് മുതൽ ഇന്നും മനുഷ്യവർഗം കണ്ണിമുറിയാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യൻ ആദ്യ കാലഘട്ടത്തിൽ അള്ളാഹു നശിപ്പിക്കാതെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം വരെ നിർത്തി. പിന്നെ അതിനുശേഷം നൂഹ് നബിയുടെ സമൂഹത്തിന് അള്ളാഹു വളരെ വലിയ ആയുസ് നൽകിയിട്ട് അവർക്ക് ഒരുപാട് മക്കളൊക്കെ കൊടുത്തു. ഒരാൾ തന്നെ 500-700 ഒക്കെ വർഷം ജീവിക്കുന്ന രീതിയിലാണ് എന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തർക്കും തന്നെ 500 വർഷം കൊണ്ടൊക്കെ ഒരാളുടെ ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു പിതാവിനും ഒരു മാതാവിനും ആയിരക്കണക്കിന് മക്കളുണ്ടാവുകയാണ്. ഇന്ന് തന്നെ നമ്മള് 100 മക്കളുള്ള ആളൊക്കെ വലിയ കൗതുകത്തോട് നമ്മളിന്ന് കാണുന്നു. അപ്പൊ ഈ ഉമ്മത്തില് വലിയൊരു സംഭവമാണ്. അന്നുള്ള സമൂഹത്തിന് ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നത് അവർക്ക് അംവാലൻ, മക്കളും ഔലാദനൊക്കെ നമ്മളെക്കാൾ കൂടുതൽ ഉണ്ടായ വിഭാഗമായിരുന്നു അവരെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആയിരക്കണക്കിന് മക്കളാണ് ഓരോ കുടുംബത്തിനുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ സമൂഹത്തെ അള്ളാഹു കൂടുതൽ കാലം ജീവിപ്പിച്ചു, ഭൂമിയിലേക്ക് അവരെങ്ങനെ പരത്തി പിന്നെ അവർ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അവസ്ഥയിലെത്തുമ്പോൾ ഒറ്റയടിക്ക് നശിപ്പിച്ചു. ഒരു വിഭാഗത്തെ നശിപ്പിച്ചു കളഞ്ഞു. മുഅ്മിനീങ്ങളായ ആളുകളെ മാത്രം നിലനിർത്തി വീണ്ടും ആ സമ്പ്രദായം തുടരുകയാണ്. പിന്നെ ആളുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ആയുസ് കുറച്ചു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആളുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിലേക്ക് എത്തിയപ്പോൾ അമാറു ഉമ്മത്തി മാ ബൈന 60 വ 70 എന്നൊക്കെ പറയുന്ന 60-70 ഇടയിലുള്ള ഒരു വർഗമായി നമ്മൾ നിന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നുള്ള സമൂഹമൊക്കെ ഇന്നൊക്കെ ബില്യൺ കണക്കിന് ജനങ്ങൾ ഭൂമിയിൽ അധിവസിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ ആയുസ് 1000 വർഷവും 500 വർഷമൊക്കെ ആണെങ്കിൽ ഈ ഭൂമി എത്ര പെട്ടെന്ന് ജനനിബിഡമായി തീരും നമുക്ക് സങ്കല്പിച്ചാൽ അറിയാം. അതിൽ അള്ളാഹുവിന്റെ ഒരു ഹിക്മത്ത് ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോ ഈ ഉമ്മത്തിന്റെ ആയുസ് കുറഞ്ഞതിന് പിന്നിൽ ഒരു ഹിക്മത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഏതായാലും അപ്പൊ പഴയ സമൂഹങ്ങളെ അള്ളാഹു ഒന്നിച്ച് നശിപ്പിച്ചു. അവർ കൂടുതൽ കാലം ജീവിച്ചു. ഒരേ ആളുകൾ തന്നെയാണല്ലോ ഈ കുറെ കാലം ജീവിക്കുന്നത്. അവിടെ പുതിയ ആളുകൾ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ സമീപനം ഒരു പരിധിവരെ അള്ളാഹു ക്ഷമിക്കുന്നു, പിന്നീട് അവരെ നശിപ്പിക്കുന്നു. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഒരു പരിധിവരെ ക്ഷമിച്ച് ലാസ്റ്റ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, റബ്ബി ലാ തദർ മിനൽ കാഫിരീന ദയ്യാറ റബ്ബി ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ എന്നൊക്കെ പറഞ്ഞു വളരെ നൂഹ് നബി വളരെ പൊറുതിമെട്ടിട്ടുള്ള ഒരു ദുആയാണ്. അള്ളാഹു സ്വീകരിക്കുന്ന ഓരോ പ്രവാചകന്മാർക്ക് ഓരോ ദുആ ഉണ്ട്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ദുആ അവിടുന്ന് ദുആ ചെയ്തു, അള്ളാഹു ഒരുത്തനെ പോലും നീ വെച്ചേക്കരുത്, അവരിൽ ഒരാൾ പോലും ഇനി നേരാവാൻ പോകുന്നില്ലെന്നാണ്. റബ്ബി ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. നിങ്ങൾ ഓർത്തു നോക്കി, എന്താ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനായ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ദുആ എന്താ? നമുക്കറിയാലോ, ത്വായിഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. ത്വായിഫിൽ ചെന്ന സമയത്ത് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെറിഞ്ഞു.
അവിടുത്തെ പാവനമായ കാലിൽ നിന്ന് ചോരയൊലിച്ചു. അങ്ങനെ വിഷമിച്ച് ഒരു തോട്ടത്തിൽ ചെന്നിരുന്ന് ഒരാൾ അല്പം മുന്തിരിയൊക്കെ കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ആശ്വസിപ്പിച്ച് വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അല്ലാഹുമ്മ ഇന്നി അശ്കു ഇലൈക ളഅഫ ഖുവതി വഖില്ലത ഹീലതി ഹവാനി അലന്നാസ് എന്ന് അല്ലാഹുവിനോട് പറയുന്ന സങ്കടം എന്താ? അല്ലാഹുവേ, എനിക്ക് വലിയ വിരുദ്ധമൊന്നുമില്ല, അല്ലാഹുവിന്റെ അടുത്ത് പുതിയ തന്ത്രങ്ങളൊന്നുമില്ല, ഞാൻ ജനങ്ങളുടെ അടുത്ത് നിസ്സാരനാണ്. അല്ലാഹു ഇല്ലം യകുൻ അലയ്യ ബിക ഗളബൻ ഫലാ ഉബാലി ഗൈറ അന്ന ആഫിയതക ഹിയ ഔസഅലി. എന്താ പറയുന്നത്? അല്ലാഹുവേ, എന്റെ ദൗത്യം നടക്കാത്തതില് അല്ലെങ്കിൽ എന്റെ ദൗത്യം എനിക്ക് ഭംഗിയായി ചെയ്യാൻ കഴിയാത്തതില് അല്ലാഹുവേ, എന്നോട് നീ കോപിക്കരുത്, നിന്റെ കോപമൊന്നുമില്ലെങ്കിൽ എനിക്ക് പരാതിയില്ല. ഗൈറ അന്ന ആഫിയതക ഹിയ ഔസഅലി, പക്ഷെ എനിക്ക് നീ ആരോഗ്യം തരണം, അതാണ് എനിക്ക് വേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അങ്ങനെ ഇരുന്ന് വിഷമിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ചോദിക്കുന്ന രംഗമുണ്ടല്ലോ മലക്കുകളോടുകൂടെ, ഇവരുടെ മേൽ ഈ അഹ്ശബൈനിനെ, ഈ രണ്ട് മലകളെ ഈ സമൂഹത്തിന്റെ മേൽ ഞാൻ വേണമെങ്കിൽ പതിപ്പിക്കാം, അങ്ങ് സമ്മതം തരണമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? ഈ ഖൗമ് നല്ലവരാണെന്നല്ലല്ലോ പറഞ്ഞത്, ഒരു പടി കൂടി മുന്നോട്ട് കയറിയിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇവരിൽ നിന്ന് നല്ലവരുണ്ടാവും. യുവഹിദൂനക, നിന്നെ ഏകനായി ആരാധിക്കുന്ന, നിന്റെ തൗഹീദിനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം ഇവരിൽ നിന്ന് പിറന്നേക്കാം റബ്ബേ എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്. അല്ലാഹുവിന്റെ റസൂലിന്റെ റഹ്മത്തിന്റെ വിശാലത നിങ്ങളൊന്ന് ആലോചിച്ചു. വരും തലമുറകളിൽ നിന്ന് അള്ളാഹുവിനെ, അതാണല്ലോ പല അവസരങ്ങളിലും മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒക്കെ ചില സമയത്ത് ചില ആൾക്കാരെ കോളർ പിടിക്കാൻ നോക്കുമ്പോൾ ഇവനെ വെട്ടട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഇവനിൽ നിന്ന് എനിക്ക് സന്തോഷം കാണാൻ പറ്റും എന്നാ പറയുന്നത്. അപ്പത്തെ അവസ്ഥയിൽ ചിലപ്പം വെട്ടാൻ തോന്നും, അങ്ങനത്തെ പ്രവർത്തനമായിരിക്കും അയാളിൽ നിന്നുണ്ടായിട്ടുള്ളത്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ നോക്കുന്നത് ഇയാളിലേക്കും ഇയാളുടെ തലമുറയിലേക്കും അല്ലെങ്കിൽ അടുത്തു വരുന്ന ഖിലാഫത്തിൽ ഈ ഉമ്മത്തിന് ഇയാളെ കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളിലേക്കും ഒക്കെ ദീർഘദർശനം ചെയ്യുന്ന പ്രവാചകനായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ അതുകൊണ്ട് തൗറാത്ത് ഇറങ്ങുന്നതിന് മുന്നേ അള്ളാഹു ജനങ്ങളെ ഒന്നിച്ച് നശിപ്പിച്ചിരുന്നു. തൗറാത്ത് ഇറങ്ങിയതിന് ശേഷം അള്ളാഹു അല്പാൽപമായി ഓരോ വിഭാഗത്തു നിന്നുള്ള തെറ്റ് ചെയ്യുന്നവരെ മാത്രം പല രീതിയിൽ ശിക്ഷിക്കുന്ന ഒരു സമ്പ്രദായമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്നു പോകുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് 3 ദുആ ചെയ്തിട്ടുണ്ട് ഈ ഉമ്മത്തിന് വേണ്ടി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ എന്റെ റബ്ബിനോട് 3 കാര്യങ്ങൾ ചോദിച്ചു, പക്ഷെ അതിൽ നിന്ന് 2 കാര്യമാണ് അള്ളാഹു എനിക്ക് നൽകിയത്. ആ കാര്യങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു, അള്ളാഹുവെ, എന്റെ ഉമ്മത്തിനെ നീ പട്ടിണി മൂലം നശിപ്പിച്ചു കളയരുതേ, അള്ളാഹുവെ, എന്റെ സമൂഹത്തെ നീ പട്ടിണി മൂലം നശിപ്പിച്ചു കളയരുതേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അതേപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അള്ളാഹുവെ, എന്റെ ഉമ്മത്തിനെ അവരുടെ പുറത്തു നിന്നുള്ള ആളുകളെ കൊണ്ട് അവരുടെ മേൽ നീ സ്വാധീനം നൽകരുത്. പുറത്തു നിന്നുള്ള അക്രമികൾ വന്ന്, പുറത്തുള്ള സമുദായത്തിലെ അക്രമികൾ വന്ന് ഈ സമുദായത്തെ മുഴുവനും കീഴടക്കുന്ന ഒരു സംവിധാനം, ഒരു സാഹചര്യം എന്റെ ഉമ്മത്തിന് നീ നൽകരുത്, അവർക്ക് ഇസ്സത്ത് നിലനിർത്തണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. ആ ദുആയും അള്ളാഹു കേട്ടു. 3-മത് അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അള്ളാഹുവെ, എന്റെ ഉമ്മത്തിനെ പരസ്പരം നീ തല്ലിക്കരുത്, അല്ലെങ്കിൽ പരസ്പരം കൊല്ലുന്ന ഒരു വിഭാഗമാക്കി എന്റെ ഉമ്മത്തിനെ നീ മാറ്റരുതെന്ന് പറഞ്ഞപ്പോ ആ ദുആ അള്ളാഹു സ്വീകരിച്ചില്ല എന്ന് സഹിഹായ ഹദീസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി ചെയ്ത ഒരു ദുആയാണ്, അള്ളാഹുവേ, ഈ ഉമ്മത്തിനെ നീ ഒരിക്കലും ഖഹ്ത് കൊണ്ട് അല്ലെങ്കിൽ സനത്ത് കൊണ്ട്, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒക്കെ കാലത്തുണ്ടായ ആ വലിയ പട്ടിണി പോലുള്ള, വരൾച്ച പോലുള്ള വിപത്തുകൾ കൊണ്ട് ഈ സമൂഹത്തെ റബ്ബേ നീ പരീക്ഷിക്കരുത് എന്ന് ദുആ അല്ലാഹു കേട്ടു. അതേപോലെ ഈ ഉമ്മത്തിനെ മുഴുവനും മറ്റൊരു വിഭാഗം, മറ്റൊരു സമൂഹം അല്ലെങ്കിൽ മറ്റൊരു ശത്രു വിഭാഗം അടിമകളാക്കി വെക്കുന്ന മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ കുറിച്ച് നമുക്കറിയാലോ. ബനി ഇസ്രായേലിൽ മുഴുവനും അബീദായിരുന്നു, ഖിബ്തികളുടെ അടിമകൾ മാത്രമായിരുന്നു ബനി ഇസ്രായേലിൽ. അങ്ങനത്തെ വളരെ ളുരിബത് അലൈഹിമുസ് സില്ലത്തു വൽ മസ്കനത്തു, എല്ലാ നിലക്കും നിന്നിരും നിസാരരുമായ ഒരു സമൂഹമായിട്ടാണ് ഈ ബനി ഇസ്രായേലിൽ അന്നുള്ളത്. ഇന്നും ആ അവസ്ഥയിലാണ് അവർ ഖിയാമത്ത് നാൾ വരെ തുടരുക എന്നും അവരുടെ പിന്മുറക്കാരായ യഹൂദികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ ഈ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ചെങ്കീസ് ഖാനെ പോലുള്ള പല വലിയ ക്രൂരന്മാർ ഈ ഉമ്മത്തിനെതിരെ വന്നിട്ടുണ്ടെങ്കിലും ഉമ്മത്തിന്റെ ഇസ്സത്ത് പൂർണ്ണമായി തുടച്ചു നീക്കാനോ അല്ലെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് പോലും സാധിക്കാത്തതോ അടിമകളാക്കി വെക്കാനൊന്നും ഒരാൾക്കും ഈ ഉമ്മത്തിനെതിരെ സാധിച്ചിട്ടില്ല. അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി ചെയ്ത ദുആയുടെ ഫലം മാത്രമാണ്. എന്നാൽ വളരെ സങ്കടത്തോടുകൂടി നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രയാസമാണ്
ഈ ഉമ്മത്തിന്റെ ബഅ്സുഹും ബൈനഹും, അവരുടെ പ്രശ്നം, അവരുടെ പ്രയാസം എന്ന് പറയുന്നത് അവരിൽ നിന്ന് തന്നെ ഉരുത്തിരിയുന്ന പരസ്പരമുള്ള കൊല്ലലും പരസ്പരമുള്ള വധങ്ങളൊക്കെയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അത അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജുലിക്കും ഔ യൽബിസക്കും ശിഅൻ വയുദീഖ ബഅലക്കും ബഅസ ബഅദ് എന്ന ആയത്ത് അവതരിക്കപ്പെട്ടപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അത അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും, നബിയെ നിങ്ങൾ പറയുക ഹുവൽ ഖാദിർ, മക്കയിലുള്ള മുശ്രിക്കീങ്ങളോടും ഒക്കെ പറയാണ്, കുൽ നബിയെ താങ്കൾ പറയണം, ഹുവൽ ഖാദിർ, അല്ലാഹു കഴിവുള്ളവനാണ്, അലാ അൻ യബ്അത അലൈക്കും, നിങ്ങളുടെ മേൽ അവനെ അയക്കാൻ സാധിക്കും, അദാബൻ മിൻ ഫൗഖിക്കും, നിങ്ങളുടെ മുകളിൽ നിന്ന് നിങ്ങളെ ശിക്ഷിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ അഊദു ബിവജ്ഹിക്, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, കാവലിനെ ചോദിച്ചു. ഔ മിൻ തഹ്തി അർജുലിക്കും എന്ന് പറഞ്ഞപ്പോഴും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഊദു ബിവജ്ഹിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ഔ യൽബിസക്കും ശിഅൻ വയുദീഖ ബഅലക്കും ബഅസ ബഅൽ, മൂന്നാമത് അല്ലാഹു പറഞ്ഞു നിങ്ങളെ അല്ലെങ്കിൽ പരസ്പരം കൊല്ലുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയും വധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാക്കാനും സാധിക്കുമെന്ന് പറഞ്ഞപ്പോ ഹാദാ അഹ്വനു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സംഭവം പെട്ടെന്ന് നടക്കാം, അങ്ങനത്തെ ഒരു വിഷയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മക്കയിലുള്ള ആളുകളോടാണ് അള്ളാഹു പറയുന്നത് എന്ത്, നിങ്ങളുടെ ഈ നബിയെ പരിഹസിക്കലും നബിയെ ആക്രമിക്കലും നബിയെ നടക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നബിയുടെ റിസാലത്തിനെ പുച്ഛിച്ചു കളയലും ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾക്ക് നബിയെ കവച്ചു വെക്കാൻ സാധിക്കുന്നു, നിങ്ങളെ പഴയ സംഭവങ്ങളെ ശിക്ഷിച്ച അതേപോലെ മുകളിൽ നിന്ന് ശിക്ഷിക്കാനും അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിൽ നിന്ന് നിങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ശിക്ഷിക്കാനൊക്കെ എനിക്ക് കഴിയും. അതൊക്കെ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ശിക്ഷിക്കണ്ടെന്നാ പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, നബിയെ അങ്ങവിടെയുള്ള കാലത്തോളം ഞാൻ അവരെ ശിക്ഷിക്കൂല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മാത്രമാണ്, ആ ഒരു ബറക്കത്ത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകൾ പറഞ്ഞത്, രണ്ട് അമാനാണ് ഈ ഉമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴി ലഭിച്ചത്. ഒന്ന് അമാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഉണ്ടായി എന്നതൊരു അമാനാണ്, ഒരു സംരക്ഷണമായിരുന്നു. മക്കക്കാരൊക്കെ ചെയ്തു കൂട്ടിയ അക്രമങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവരെ ഒന്നിച്ച് നശിപ്പിച്ച് കളയാൻ മാത്രമുള്ള പല അക്രമവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിനോട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അള്ളാഹു നടപ്പിലാക്കാതെ സംരക്ഷിച്ചു നിർത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ആ അമാൻ ഉണ്ടായത് കൊണ്ടാണ്. മറ്റൊന്ന് വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവര് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന കാലത്തോളം അവരെ അള്ളാഹു ശിക്ഷിക്കൂല. ആ ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം അവരൊക്കെ ഈമാൻ ചെയ്ത് തൗബ ചെയ്ത് മുഅ്മിനായി വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ എന്ന ആയത്തിന്റെ രണ്ടാമത്തെ ശബ്ദത്തിലേക്ക് വന്നിട്ടാണ് ഇസ്തിഗ്ഫാർ കൊണ്ട് അല്ലെങ്കിൽ തൗബ കൊണ്ട് അല്ലെങ്കിൽ ഈമാൻ കൊണ്ട് മറ്റുള്ള ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അവർ അവരുടെ ദോഷങ്ങളിൽ നിന്ന് പിന്മാറുന്നു, അപ്പോഴും ശിക്ഷ ഒഴിവാകും. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഈ ഉമ്മത്തിന് അള്ളാഹു അമാന നൽകിയത്. ഇവിടെ ഈ വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വഅൻത ഫീഹിം വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, മറ്റൊരു ആയത്തിൽ അള്ളാഹു പറയുന്നത് വഅലമു, നിങ്ങൾ ഓർക്കണം നിങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലുണ്ട്. എത്രമാത്രം വലിയ സ്ഥാനാണ് പറയുന്നത്. ലൗ യുതിഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിത്തും വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ എന്ന് അല്ലാഹു പറയുന്നുണ്ട്. എന്താ പറയുന്നത്? വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ ഇടയിൽ അള്ളാഹുവിന്റെ നബിയുണ്ട്, അള്ളാഹുവിന്റെ റസൂലുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം അവരെ വീണ്ടും വീണ്ടും ഉണർത്താണ്. നിങ്ങൾ കുട്ടികളിക്ക് നിൽക്കാനുള്ള ആളല്ല ആര്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹു ബഹുമാനിക്കാൻ എന്നതുപോലെ ഇവിടെയും പറയാം വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, അങ്ങുള്ള സമയത്ത് ഞാൻ ശിക്ഷിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മഹത്വമാണ്. അപ്പോ ഇവിടെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇവിടെ ഈ കാവല് ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ രക്ഷപ്പെട്ടത് എന്ന് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയാണ്. അൽ ഇആദത്തുൽ മദ്കൂറ ഫി ഹദീസ് ജാബിർ വഗൈരിഹി മുഖയ്യദത്തുൻ ബിസമാനിൻ മഖ്സൂസിൻ വഹുവ വജൂദു الصحابة والقرون الفاضلة, സഹാബത്തിന്റെയും മഹാന്മാരായ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറയുന്ന ആ ഉദാത്തമായ സമൂഹ കർണുകള്, ആ തലമുറകൾ നിലനിന്ന കാലത്താണ് ഇങ്ങനെ ഈ ഇആദത്ത് നടന്നിട്ടുള്ളൂ. അതിനുശേഷം അമ്മാ ബഅദ ദാലിക ഫയജൂസു വുഖൂഉ ദാലിക ഫീഹിം, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിന്റെയും കാലം കഴിഞ്ഞാൽ ഈ കഴിഞ്ഞുപോയ ശിക്ഷകളൊക്കെ ഈ ഉമ്മത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് ഫത്ഹുൽ ബാരിയിൽ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ പറയും.
അപ്പൊ ഇനി നമുക്ക് വരാനുള്ളത് അങ്ങോട്ടാണ്. കഴിഞ്ഞു പോയ സമൂഹത്തെ എന്തിനാണ് അള്ളാഹു ശിക്ഷിച്ചത്, ഏതെല്ലാം രീതിയിൽ ശിക്ഷിച്ചു, നമുക്ക് ഏതെല്ലാം രീതിയിലുള്ള ശിക്ഷകൾ വരാനുണ്ട്. പലതും നമുക്ക് പല ക്ലാസ്സുകളിലും ചെറുപ്പത്തിലെ നമ്മൾ കഥകളിലൊക്കെ പഠിച്ചതാണ്. എന്നാലും ഒരു ഓർമ്മ പുതുക്കലായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നദീറായിട്ടാണ് നമ്മിലേക്ക് അയച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ബിശാറത്തുകളൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ സന്തോഷിക്കാറുണ്ട്. അതേ അവസരത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിന്റെ വലിയൊരു ഭാഗമായി ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ച ഈ വഈദുകൾ ഒരുപാടുണ്ട്. ആഖിറം കൊണ്ടുള്ള വഈദുണ്ട്, നരകശിക്ഷ കൊണ്ടുള്ള വഈദുണ്ട്. പല സമൂഹങ്ങളെ നശിപ്പിച്ച ഭീഷണി മക്കാ മുശ്രിക്കീങ്ങളോട് നേരിട്ട് അള്ളാഹു പറയുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. നമുക്കറിയാം അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഒരു രീതിയാണ് തൂഫാൻ എന്ന് പറയുന്നത്. തൂഫാൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഒരു രീതിയാണ്. അക്രമം ചെയ്ത ആളുകളെ തൂഫാന് പിടികൂടി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മിമ്മാ ഖതീആതിഹിം ഉഗ്രിഖു, അവരുടെ തെറ്റുകൾ കാരണം അവരെ മുക്കിക്കൊല്ലപ്പെട്ടു, അവരെയൊക്കെ നാം വെള്ളത്തിൽ മുക്കിക്കൊന്നു എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാം. അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഒരു രീതിയാണ് ഇത്. നമുക്കറിയാം ഫിർഔനെ അള്ളാഹു ഇങ്ങനെ മുക്കിക്കളഞ്ഞിട്ടുണ്ട്, അല്ലെ? അതേപോലെ മുക്കിക്കളഞ്ഞ മറ്റൊരു വിഭാഗമാണ് ആര്? സബയിലുള്ള ജനങ്ങള്. സബയില് സുഭിക്ഷമായ വലിയ തോട്ടം, എല്ലാ സമയത്തും നല്ല ഭക്ഷണവും നല്ല ഇഷ്ടമുള്ള പഴങ്ങളൊക്കെ ലഭിക്കുന്ന വലിയ തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തിലും അതിൻ്റെതായിട്ടുള്ള ബിസിനസ്സിലും അവർ മുഴുകി അള്ളാഹുവിന്റെ ഹക്ക് മറന്നു, പാവങ്ങളുടെ ഹക്ക് മറന്നു. അങ്ങനെ അവര് അക്രമികളായ അഹങ്കാരത്തോടുകൂടി ജീവിച്ചപ്പോ അള്ളാഹു ആ നിഅമത്ത് അവരിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല അതൊക്കെ വെള്ളം വന്ന് നശിപ്പിച്ചു കളഞ്ഞു. ഫഅറളു ഫഅർസൽനാ അലൈഹിം സൈലൽ ആരിമി വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈനി ദവാതൈ ഉകുലിൻ ഖംതിൻ വഅസ്ലിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ ദാലിക ജസൈനാഹും ബിമാ കഫറു വഹൽ നുജാസി ഇല്ലൽ കഫൂർ. നിങ്ങൾ ഓർത്തു നോക്ക്, അള്ളാഹുവിന്റെ ശിക്ഷയുടെ മറ്റൊരു രീതിയാണ്. അള്ളാഹുവിന്റെ ശിക്ഷ ഫിർഔന് ഇറങ്ങി അതേപോലെ ഈ വലിയ ഒരു വെള്ളം സൂക്ഷിച്ചു വെക്കുന്ന അവർക്ക് ബണ്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇന്ന് നമ്മളൊക്കെ നാട്ടിലൊക്കെ ഉള്ള പോലുള്ള ഈ എന്താ പറയാ മലമ്പുഴയിലൊക്കെ ഉള്ള ഡാം സംവിധാനം അന്നേ ഉണ്ട്. അതിന്റെ ചരിത്രം പറയുമ്പോൾ ഏറ്റവും ആദ്യം ഈ ഡാം സംവിധാനಕ್ಕೆ എത്ര പത്ര ഇന്നും അതിന്റെ അവശേഷിപ്പ് നമുക്ക് കാണാൻ പറ്റും. മഹാനായ ശൈഖ് സായിദ് റഹ്മഹുള്ള അദ്ദേഹം ആ ബണ്ടിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് കൊടുത്തതിന്റെ ഒരു പഴയ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. അത് സൈൻ ചെയ്യുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതായാലും അതവരുടെ തുറാഫിന്റെ ഭാഗമാണ് യമനികളെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും അപ്പോ ആ ബണ്ടൊക്കെ തകർന്ന് അതിന് ആ മുഴുവൻ തോട്ടവും ഒക്കെ നശിച്ച് അവരുടെ വലിയൊരു ഞാമത്തിനെ അള്ളാഹു എടുത്തു കളഞ്ഞു. അത് തൂഫാൻ അള്ളാഹുവിന്റെ ശിക്ഷയുടെ രീതിയാണ്. എന്നാൽ ആ ശിക്ഷ ഇനി വരില്ല എന്നുണ്ടോ? അതാണ് നമ്മുടെ വിഷയം. ആ ശിക്ഷ ഇനി വരില്ല എന്നുണ്ടോ? ആ ശിക്ഷ ഇനിയും വരുന്നു. وهدد الآمنين من مكره بعذاب الغرق فقال أم أمنتم أن يعيدكم فيه تارة أخرى فيرسل عليكم قاصفا من الريح فيغرقكم بما كفرتم ثم لا تجدوا لكم علينا به تبيعا. അല്ലാഹു പറയാം, ഇതേ രീതിയിലുള്ള കൊടുങ്കാറ്റ് വന്ന് അങ്ങനെ മഴ വർഷിച്ച് നിങ്ങളൊക്കെ മുങ്ങിപ്പോകുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ നിങ്ങൾക്ക് തിരിച്ചു വരില്ല എന്ന് ആര് പറഞ്ഞു നിങ്ങളോട്? അള്ളാഹു നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് നബിയെ കളവാക്കിയ ആളുകളോട് അള്ളാഹു ചോദിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഒരു രീതിയാണ് തൂഫാൻ. ആ തൂഫാന് ഈ ഉമ്മത്തിൽ ഇനിയും വരാം. നമ്മൾ നേരത്തെ പറഞ്ഞു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വലിയ ശിക്ഷ, ഈ ഉമ്മത്തിനെ ഒന്നിച്ച് നശിപ്പിക്കുന്ന ഒരു ശിക്ഷയും വരില്ല. പക്ഷെ അതേസമയം ഈ ഉമ്മത്തിന്റെ അത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് ഇറങ്ങിയത് മുതൽ ഒന്നിച്ച് നശിപ്പിക്കുന്ന സമ്പ്രദായം അള്ളാഹു നിർത്തലാക്കുകയും തെറ്റ് ചെയ്യുന്ന ആളുകളെ തെറ്റിന്റെ തോതനുസരിച്ച് ശിക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് അള്ളാഹു തുടങ്ങി വെച്ചത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് കൂടുതൽ ഹദീസുകളിലേക്ക് പോകുമ്പോൾ മനസ്സിലാകും. അപ്പൊ ഏതായാലും ഒരു രീതിയാണ് തൂഫാൻ. ഓരോന്നും കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല, നമുക്ക് അറിയുന്നതാണ്. അള്ളാഹു നമ്മുടെ ഇത്തരം അദാബുകളിൽ നിന്നൊക്കെ നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ അള്ളാഹു ശിക്ഷിക്കുന്ന മറ്റൊരു രീതിയാണ് കൊടുങ്കാറ്റുകൾ. ഇപ്പൊ അടുത്തൊക്കെ നമ്മൾ ഫിലിപ്പൈൻസിലൊക്കെ കണ്ടു. ഇന്ത്യയിൽ അത് വന്നു, നമ്മളൊക്കെ വലിയ ജാഗ്രത കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അള്ളാഹുവിന്റെ ഖളാ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹു നമ്മുടെ നാടിന്റെ നന്മ കൊണ്ടൊരു പക്ഷേ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ രക്ഷിച്ചു. പല ആളുകളും എന്നും ഇത്തരം ശിക്ഷയുടെ അടിമകളാണ്, അല്ലെങ്കിൽ ശിക്ഷയുടെ ഇരകളാണ്. അതിനും അള്ളാഹു കാരണങ്ങളുണ്ടാവും. നമ്മളതിന് വെറും ഒരു നാച്ചുറൽ കലാമിറ്റിയായി അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം എന്ന ഹെഡിങ്ങിൽ മാത്രമാണ് നമ്മൾ പലപ്പോഴും കാണാൻ ശ്രമിക്കാറ്. പക്ഷേ അതിനൊക്കെ യഥാർത്ഥ കാരണങ്ങളുണ്ടാവും. അള്ളാഹു ആണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാതസ്തുമിൻ വറഖത്തിൻ, ഏത് ഒരു ഇല വീഴുന്നതുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്തിന് സംഭവിക്കുന്നു, എന്ന് വീഴുന്നു എന്നതുപോലെ ഓരോ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി നിരീക്ഷിക്കുന്ന സർവശക്തനായ റബ്ബാണ് ഈ ഓരോ പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാക്കുന്നതും ശിക്ഷിക്കുന്നതും പിടിക്കുന്നതും. അതിൽ പല ആളുകളും നല്ലവരൊക്കെ മരിക്കുന്നുണ്ട്. ആ വിഷയത്തിലൊക്കെ നമ്മൾ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു ശിക്ഷാരീതിയാണ് ശക്തമായ കൊടുങ്കാറ്റുകൾ. ഇന്നും ഈ ഉമ്മത്തിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, ആദിൻ സമൂഹത്തെ അവിടെയൊക്കെ സമ്പൂർണമായി നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ച ഒരു രീതിയാണ് ഏത്?
ഫിറഔനെയും സമൂഹത്തെയും ഒന്നിച്ച് നശിപ്പിച്ചു തൂഫാന് കൊണ്ട്. ഈ ഉമ്മത്തിന്റെ ചില ആളുകൾ അങ്ങനെ ശിക്ഷിക്കുമെന്ന് പറയുന്നു. എന്നതുപോലെ റീഹ് കൊണ്ട്, ഈ കൊടുങ്കാറ്റ് കൊണ്ട് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ ആദിനെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു പൂർണ്ണമായിട്ട്. അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ശക്തമായ കൊടുങ്കാറ്റ് വന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് ഭയപ്പാട് പ്രകടമാകുമായിരുന്നു. ഇദാ റഅ റീഹൻ ഖാഫ വളഹറ ദാലിക ഫീ വജ്ഹിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തങ്ങളുടെ മുഖത്ത് ആ ഭയപ്പാട് പ്രകടമാകുമായിരുന്നു. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ഫീഹ വഖൈറ മാ ഉർസിലത് ബിഹി വഅഊദു ബിക മിൻ ശർരിഹ വശർരി മാ ഫീഹ വശർരി മാ ഉർസിലത് ബിഹി. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ ഈ കാറ്റില് എന്തൊക്കെ നന്മയുണ്ടോ, ഏതൊക്കെ നന്മ കൊണ്ടാണോ ഈ കാറ്റ് വരുന്നത്, ആ നന്മകളെ മുഴുവനും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതേപോലെ ഈ കാറ്റ് കൊണ്ട് എന്തൊക്കെ ഷർറ് ഇവിടെ വരാനിരിക്കുന്നു, ഏതൊക്കെ ഷർറിന്റെ ആമുഖമായിട്ടാണ് അല്ലെങ്കിൽ ഷർറുമായിട്ടാണ് ഈ കാറ്റ് വരുന്നത്, അതിൽ നിന്നൊക്കെ റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നു. അപ്പോ അതിലൊക്കെ ശിക്ഷയുണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ആയിഷ മാ യുഅമ്മിനുനി അൻ യകൂന ഫീഹി അദാബ് ഖദ് അദ്ദബ ഖൗമുൻ ബിർരീഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചുകൊണ്ട് പറയാണ്, ഇതിൽ അദാബില്ല എന്ന് ആരാണ് നിനക്ക് നിർഭയത്വം തന്നത്, എനിക്ക് നിർഭയത്വം തരുന്നത്? ഒരു സമൂഹത്തെ അള്ളാഹു ഇങ്ങനത്തെ കാറ്റുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് ആയിഷ. അതുകൊണ്ട് നീ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഒരു രീതിയാണ് നമ്മളതിന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് ഇടപെടാനുണ്ട്. അസ്സൈഹത്തു, മറ്റൊന്നാണ് അള്ളാഹു സമൂഹങ്ങളെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് വലിയ വലിയ അട്ടഹാസങ്ങളിലൂടെ. നമുക്കറിയാം ചരിത്രമൊക്കെ, വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ട കാര്യമില്ല. മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത് ഇത്തരത്തിലുള്ള വലിയൊരു അട്ടഹാസം, വലിയൊരു ശബ്ദം വന്നല്ലോ, ആ ശബ്ദത്തോടു കൂടി തകർന്നു. ശബ്ദം കേട്ട് നശിക്കുന്ന അള്ളാഹുവിന്റെ ഒരു അള്ളാഹുവിന് ഒരുപാട് രീതിയിലുള്ള ശിക്ഷകളുണ്ട്. അതിൽപ്പെട്ട ഒരു ശിക്ഷാരീതിയാണ് വലിയ സൗണ്ട് വന്ന ആ സൗണ്ട് കൊണ്ട്, ആ അട്ടഹാസം എന്നൊക്കെ നമ്മൾ അർത്ഥം പറയുന്ന ആ ശബ്ദം വന്നാൽ അതോടുകൂടി മനുഷ്യന് ബോധം വിട്ട് വീഴുകയും അതോടുകൂടി അവരൊക്കെ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം, ഒരു ശിക്ഷാരീതി അള്ളാഹുവിനുണ്ട്. മക്കാ മുശ്രിക്കീങ്ങളെ കുറിച്ച് പറയാണ്, ഇത്തരക്കാര് ഇവരെ പോലുള്ള ആളുകളൊക്കെ എന്റെ ഭാഗത്തു നിന്നുള്ള ഇതുപോലുള്ള വലിയൊരു അട്ടഹാസം വന്ന് ഇവർക്കൊക്കെ പേടി വരണം, അല്ലെങ്കിൽ ഇവരൊക്കെ മരണപ്പെടണം, അതുവരെ ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇവരെയും അള്ളാഹുവിനെ ശിക്ഷിക്കാൻ മടിയില്ല. ഇതുപോലുള്ള ശിക്ഷകള് ഈ സമൂഹത്തിലും വരാൻ സാധ്യതയുണ്ട് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറയാം. അതേപോലെ തന്നെയാണ് ആകാശത്ത് നിന്ന് പല രീതിയിലുള്ള കല്ലുകൾ വർഷിച്ചുകൊണ്ടുള്ള ശിക്ഷ. നമുക്കറിയാം മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം, ഇന്ന് ജോർദാനിലുള്ള ആ സ്ഥലം, ചാവുകടൽ എന്നറിയപ്പെടുന്ന ആ ഭാഗം, അവരുടെ തെമ്മാടിത്തം കൊണ്ട് അള്ളാഹു അവരെ ശിക്ഷിച്ചു. അവരുടെ മുകളിൽ വഅംതർന അലൈഹ ഹിജാറതൻ മിൻ സിജ്ജീൽ മൻദൂദിൻ മുസവ്വമതൻ ഇൻദ റബ്ബിക വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്. അള്ളാഹു ശിക്ഷിച്ച മറ്റൊരു രീതിയാണ് ആകാശത്ത് നിന്ന് വളരെ വേവിച്ച തീയിലൂട്ടപ്പെട്ട എന്നൊക്കെ പറയുന്ന, അള്ളാഹു ശിക്ഷിക്കാൻ വേണ്ടി ആകാശത്ത് നിന്ന് കല്ലിറക്കും. ആ കല്ല് വന്ന് മനുഷ്യരുടെ ശരീരത്തിൽ പതിക്കുന്നതോടുകൂടി മനുഷ്യന് കരിഞ്ഞു വീഴുന്നു. നമ്മള് അസ്ഹാബുൽ ഫീലിന്റെ കഥ പറയുമ്പോൾ നമുക്ക് ഈ ചരിത്രം ഓർമ്മയുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തളീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ. അബാബീൽ പക്ഷികള് എന്ന പക്ഷികള് ഇവരെ ശിക്ഷിച്ചത് എങ്ങനെയാണ്? തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ. നല്ല പഴുത്ത ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ടാണ് ഈ മനുഷ്യരെയും ആനകളെയും ഒക്കെ അള്ളാഹു ശിക്ഷിച്ചത്, നശിപ്പിച്ചു കളഞ്ഞത്. അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഒരു രീതിയാണ്. ഈ ശിക്ഷയും ഈ ഉമ്മത്തിന് വരാം. അം അമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ. നമ്മളെ രാത്രിയൊക്കെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഓതാറില്ലേ സൂറത്തുൽ മുൽക്ക്. ആ സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു ഖുറൈശികളോട് ചോദിക്കുന്നതാണ്, അം അമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ. ആകാശലോകത്തുള്ള സർവശക്തനായ റബ്ബ് നിങ്ങളുടെ മേൽ ഇതുപോലുള്ള ചൂടുള്ള കട്ടകള് അല്ലെങ്കിൽ തീയുള്ള കല്ലുകള് ഇറക്കി നിങ്ങളെ ശിക്ഷിക്കില്ല എന്ന് ആര് നിങ്ങൾക്ക് ധൈര്യം തന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷയാണ്. സൂറത്തുൽ ഇസ്രായിലും ഈ ഹാസിബ് എന്ന് പറയുന്നത് കല്ലിറക്കിയിട്ടുള്ള ശിക്ഷ, അത് അള്ളാഹുവിന്റെ ഒരു ശിക്ഷയാണ്. ഇതും ഈ ഉമ്മത്തിൽ വരാം. മറ്റൊന്നാണ് ഭൂമി വിഴുങ്ങുന്ന ശിക്ഷ. കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല, നമ്മൾ പല കഥകളിലും കേട്ടതാണ്, വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. വളരെ പ്രബുദ്ധമായ ഒരു സദസ്സാണ് ഇസ്ലാമിക് ക്ലാസ് റൂമിലുള്ളതെന്ന് എനിക്കറിയാം. വളരെ ആർജവത്തോടുകൂടി
വളരെ നമ്മുടെ ദീനിന്റെ പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ഓരോ അനക്കവും നിരീക്ഷിച്ച് അതിനുവേണ്ടി ഷഹീദാവാൻ തയ്യാറുള്ള നല്ല ബോധമുള്ള ചെറുപ്പക്കാരാണ്. അള്ളാഹു ഈ ശൗര്യവും അതുപോലെ ഈ സ്ഥൈര്യവും ഒക്കെ നമ്മുടെ പ്രവർത്തകർക്ക് നിലനിർത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഖസ്ഫ്, ഈ അള്ളാഹുവിന്റെ ശിക്ഷയുടെ മറ്റൊരു രീതിയാണ് ഖസ്ഫ് എന്ന് പറയുന്നത്. അള്ളാഹു ഭൂമിയിലോട്ട് മനുഷ്യരെ ആഴ്ത്തിക്കളയുക. ഇപ്പോഴും നമ്മൾ ഫേസ്ബുക്കും മറ്റൊക്കെ വളരെ, ഇപ്പൊ നമ്മൾ IT യുഗത്തിലാണ്, നമ്മൾ ഹാജറായ വായ്പാണ് നിങ്ങളെല്ലാവരും. അതായത് നിങ്ങളൊക്കെ എന്റെ അടുത്ത് ID കൊണ്ട് ഹാജറാണ്, ഞങ്ങളുടെ ശരീരം കൊണ്ട് വായ്പാണ്. ഹാജറും വായ്പും കൂടി ഒരുമിക്കുന്ന ഒരു സദസ് കൂടിയാണ് ഈ ഇസ്ലാമിക് റൂം എന്ന് പറയുന്ന നമ്മളെ ബൈലക്സ് ക്ലാസ് റൂം. ഏതായാലും എന്തിനത് പറഞ്ഞത്, ഈ പിന്നെ ഭൂമി വിഴുങ്ങുക എന്ന് പറയുന്നത് ഇന്നും ഇപ്പൊ നമ്മൾ IT യുഗത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അങ്ങോട്ട് പോയത്. IT യുഗത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഫേസ്ബുക്ക് നമ്മൾ അനാവശ്യമായി നമ്മൾ ഒരുപാട് സമയം കൊല്ലുന്നു. അതുപോലെ നമ്മുടെ ഈ വാട്സപ്പ് നമ്മൾ ഒരുപാട് സമയം കൊല്ലുന്നു. ആവശ്യമുള്ളത് മാത്രം ഷെയർ ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയത് ഷെയർ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. ഓരോ ആളുകൾ ചിരിക്കുന്നതും കളിക്കുന്നതും പറയേണ്ട വേദിയല്ലല്ലോ, നമ്മളെ വിലപ്പെട്ട സമയമല്ലല്ലോ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടത്. ഏതായാലും അപ്പൊ ഞാൻ പറയുന്നത് ഈ ഫേസ്ബുക്കിൽ ചില ക്ലിപ്പിൽ ചിലതൊക്കെ നമുക്ക് വളരെ പഠിക്കാനുള്ളതായ, അതിലെനിക്ക് കാണുകയുണ്ടായി അമേരിക്കയിൽ ജ്യേഷ്ഠന് തൊട്ടപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങുന്നു. തൊട്ടിപ്പുറത്തെ റൂമിൽ അനിയൻ ഭൂമിയിലോട്ട് താഴുന്നു. അനിയൻ വിളിക്കുമ്പോ എന്തിനാണാവെന്ന് വിചാരിച്ച അയാൾ ഓടിച്ചെല്ലുന്ന സമയത്ത് അനിയന്റെ കൈ മാത്രമാണ് കാണുന്നത്. തൊട്ടപ്പുറത്ത് അയാൾ സുഖമായി കിടന്നുറങ്ങായിരുന്നു, ഇപ്പുറത്തുള്ള അയാള് താഴ്ന്നു പോയി. അതിന്റെ വീഡിയോ നമുക്ക് കാണാൻ കഴിയുന്നു. അത് റിപ്പോർട്ടും വന്നിരുന്നു പത്രത്തില്. അതേപോലെ ഒരുപാട് സംഭവങ്ങൾ, ഭൂമിയിലേക്ക് കാറ് ഒന്നിച്ച് താഴ്ന്നു പോകുന്ന സംഭവങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കാണും. ഇതൊക്കെ ഇബ്രാത്താണ്, നമുക്ക് ഗുണപാഠങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് സമൂഹത്തെ ബോധവൽക്കരിക്കാനുണ്ട്. ഇതൊക്കെ റബ്ബിന്റെ ഇടപെടലാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൽ നമ്മളൊക്കെ പലപ്പോഴും പരാജയമാണ്. ഇത് സമൂഹത്തിലേക്ക് എത്തിക്കുകയും നിങ്ങളുടെ റബ്ബാണ് ഇടപെടുന്നത് എന്നവരോടൊക്കെ പറയാനുള്ള അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തും വേണം. ശാസ്ത്രം എന്ന് പുതിയത് കണ്ടുപിടിക്കുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, വിശുദ്ധ ഖുർആനിൽ ഇതിനെക്കുറിച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇല്ലേ? നമ്മൾ പറയാറുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഇതുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയിൽ ഇതുണ്ട് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അഭിമാനപ്പെടുന്നത് പോലെ തന്നെ ഓരോ സമൂഹവും ഇതുപോലുള്ള അദാബ് വന്ന് അവരൊക്കെ അശരണരായി ക്യാമ്പുകളിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാരുണ്യത്തിന് വേണ്ടി കൈനീട്ടുന്ന സമയത്ത് ആ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിനിടയിൽ പറയാം, നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു വിഹിതമാണ് ഇത് ലഭിച്ചത് എന്ന് പച്ചയിൽ പറയുമ്പോൾ അവരുടെ മുഖത്തടിച്ച പോലെ തോന്നും. പക്ഷേ ആ ഒരു സന്ദേശം കൂടി മനുഷ്യൻ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ദൈവത്തിനോടുള്ള കടപ്പാടോടുകൂടി ജീവിക്കുമ്പോഴാണ് മനുഷ്യന്റെ സംരക്ഷണം ദൈവം ഏറ്റെടുക്കുന്നത്. ദൈവം നൽകിയ ന്യാമത്തുകളെ ദുരുപയോഗം ചെയ്യുമ്പോഴാണ് ആ ന്യാമത്തുകളെ ന്യാമത്തായി എന്ന് പറയുന്നുണ്ട്. ന്യാമത്ത് എന്ന് പറയുമ്പോൾ റബ്ബിന് നന്ദി ചെയ്ത ന്യാമത്തിനാണ് ന്യാമത്ത് എന്ന് പറയാം. ന്യാമത്ത് എന്ന് പറയുമ്പോൾ റബ്ബ് ചെയ്ത ന്യാമത്തുകളെ മുഴുവൻ ഉപയോഗപ്പെടുത്തി അവനെതിരെ ജീവിക്കുമ്പോഴാണ് ന്യാമത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ നിഖ്മത്തായി മാറുന്നത്. ഏതായാലും അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത് കൊണ്ടാണ് സഹോദരന്മാരെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വ്യംഗ്യമായി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. എപ്പോ സമൂഹത്തിൽ വലിയ വലിയ വിപത്തുകൾ വരുമ്പോൾ ഇവിടേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാറുണ്ട്. സ്വാഭാവികമായും നമ്മൾ സുനാമിയുടെ ഇരകൾക്ക് നമ്മൾ സഹായം എത്തിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഭൂകമ്പങ്ങളുടെ ഇരകൾക്ക് നമ്മൾ സഹായം എത്തിക്കാറുണ്ട്. അവിടെ ആ ഒരു ചാൻസിൽ അവരൊക്കെ ഒരു അത്താണി കാത്തിരിക്കുകയാണ്. അവര് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് അവരൊക്കെ, മതവിശ്വാസിയാവട്ടെ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന അവനൊക്കെ ചിന്തിക്കും, എന്തുകൊണ്ട് ഇത് ഞങ്ങൾക്ക് സംഭവിച്ചു എന്ന് സ്വാഭാവികമായി അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഒരു ഉത്തരം നമുക്ക് വ്യംഗ്യമായിട്ടെങ്കിലും നമുക്ക് പറയാൻ സാധിക്കണം. ഇതാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ തേട്ടം. ഇതൊക്കെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയത് എന്തിനാ? നമ്മളൊക്കെ ഈ ട്രാക്കിലേക്ക് വരാൻ വേണ്ടിയാ. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഈ വഈദുകൾ ആവർത്തിച്ച് നമ്മോട് പറയുന്നതും ഇത്തരം ഒരു വിഷയത്തിലേക്ക് അള്ളാഹുവിന്റെ ഇടപെടലുകൾ ഇവിടെ നടക്കുന്നുണ്ട്. സമൂഹമേ, അള്ളാഹു എന്ന് പറയുന്നത് മക്കാ മുശ്രിക്കീങ്ങളുടെ കാലത്തും അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ കാലത്തും മാത്രം ഇടപെട്ടിരുന്ന ഒരു സാന്നിധ്യമാണ് എന്ന രീതിയിൽ ചരിത്രത്തിൽ മാത്രമുള്ള ഒരു സാന്നിധ്യമായി അള്ളാഹുവിനെ അവതരിപ്പിക്കരുത്. മറിച്ച് അള്ളാഹുവിന്റെ സാന്നിധ്യം ഇന്നും തുടരുന്നു. അള്ളാഹുവാണ് ബുശ്ശിനെ നിയോഗിച്ചത്, അള്ളാഹുവാണ് ഇതുപോലുള്ള അക്രമികളെ അയച്ചതും. ഇങ്ങനെ ഒരുപാട് ആളുകളെയൊക്കെ ഇങ്ങോട്ട് അയച്ചത് ഈ അള്ളാഹുവിന്റെ ഇടപെടലാണ്. അപ്പൊ അതിൽ ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്. ഇതൊക്കെ നമ്മൾ ഇടപെടലായി മനസ്സിലാക്കണം എന്ന് നമ്മൾ പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഏതായാലും ഭൂമിയിലോട്ട് വിഴുങ്ങുക എന്നത് അള്ളാഹുവിന്റെ ഒരു ശിക്ഷയാണ്. അത് ഈ ഉമ്മത്തിൽ ഇനിയും വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തകൂനു ഫി ഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ വമസ്ഖുൻ വഖൽഫുൻ. ഈ ഉമ്മത്തിലെ ഖസ്ഫ് എന്ന് പറഞ്ഞാൽ എന്താ? ആളുകളുടെ കോലന്മാർ അല്ല, ഭൂമിയിലോട്ട് താഴെ. മസ്ഖ് എന്ന് പറഞ്ഞാൽ ആളുകളെ, നമുക്കറിയാം ബനി ഇസ്രായേൽ ഒരു വിഭാഗം ശനിയാഴ്ച മീൻ പിടിക്കാൻ പോയത് കാരണം അവരെയൊക്കെ അള്ളാഹു കൂനു ഖിറദതൻ ഖാസിഈൻ, നിങ്ങളൊക്കെ കുരങ്ങന്മാരായി മാറൂ എന്ന് അള്ളാഹു പറഞ്ഞു. അവരെ ശിക്ഷിച്ചു. അത് അള്ളാഹുവിന്റെ ഒരു ശിക്ഷയാണ്. അത് ഇനിയും വരാമെന്ന് പറയാം. ചില പണ്ഡിതന്മാർ, ഇവിടെ നമ്മൾ അടിവരയിട്ട് പറയണം, ചില പണ്ഡിതന്മാർ പറയുന്നു ഇങ്ങനത്തെ ശിക്ഷ വരാൻ ഇന്നത്തെ കാലത്ത് ഏറ്റവും, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, ഉലമാ ഉസ്സൂഇന് ഇങ്ങനത്തെ ശിക്ഷ വരാം. ഏത് ശിക്ഷ?
ഏത് ശിക്ഷ? മസ്ഖ് എന്ന് പറയുന്ന കുരങ്ങന്മാരായി മാറുന്ന അള്ളാഹുവിന്റെ മസ്ഖ് പോലുള്ള ശിക്ഷകൾ വരാൻ ഉലമാ ഉസ്സൂഇന് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്ന് ഞാനൊരു തഫ്സീർ വായിച്ചപ്പോൾ കാണാൻ സാധിച്ചു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറയുന്ന, ആ കളവിനെ പ്രചരിപ്പിച്ച് കൊണ്ടും പഠിക്കാതെ വീണ്ടും കളവുമായി നടക്കുന്ന വളരെ ഗൗരവമുള്ള ഇത്തരം വിഷയങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് പടച്ചു പോവാണ്. അപ്പൊ അള്ളാഹു ഉലമാ ഉസ്സൂഇനെ പരീക്ഷിക്കും, ഏത് രീതിയിൽ മസ്ഖ് കൊണ്ട് ശിക്ഷിക്കും എന്നൊക്കെ ഉലമാക്കൾ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്രയും വലിയ വിപത്താണ് ഉലമാ ഉസ്സൂഇ ഉമ്മത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. أفمن الذين مكروا السيئات أن يخسف الله بهم الأرض أو يأتيهم العذاب من حيث لا يشعرون. അറിയാത്ത രീതിയിൽ അള്ളാഹു ശിക്ഷിക്കും, അല്ലെങ്കിൽ ഭൂമിയിൽ നിങ്ങളെ താഴ്ത്തും. ആ ശിക്ഷ നിങ്ങൾ ഭയപ്പെടാതെ നടക്കുകയാണോ എന്ന് അള്ളാഹു നേരിട്ട് ചോദിക്കാൻ. അതേപോലെ ഇന്ന് കാണുന്ന പല സിൽസാലുകളും അല്ലെങ്കിൽ ഭൂകമ്പങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ ഈ ഹസ്ഫിന്റെ ഒരു രീതിയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, قد وقع في كثير من البلاد الشمالية والشرقية والغربية كثير من الزلازل. ഒരുപാട് നാടുകളിൽ മഹാനായ ഇബ്നു ഹജർ തങ്ങളുടെ കാലത്ത് തന്നെ ഒരുപാട് ഭൂകമ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ ഭൂകമ്പങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ സിൽസാലുകളൊക്കെ ഈ ഹസ്ഫിന്റെ ഒരു രൂപമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയാണ്. ഇതിന്റെ ഭൂമിയിലേക്ക് വിഴുങ്ങുന്നതിന്റെ രൂപമാണ് ഇന്നത്തെ സിൽസാലുകൾ എന്ന് പറയാം. അപ്പോ ഈ ഭൂമിയിൽ മസ്ഖും ഹസ്ഫും ഒക്കെ സംഭവിക്കാനുണ്ടായ ഇദാ ലഹറത്തിൽ ഖൈനാത്തു വൽ മആസിഫു വശുരിബൽ ഖുമൂർ എന്ന് തിർമിദി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ കാലത്തൊക്കെ വളരെ പ്രസക്തമായ ഈ പാട്ടും കൂത്തും ഒക്കെ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന ഒരു കാലം. എല്ലാ ചാനലുകളിലും പാട്ടിനാണ് പ്രാമുഖ്യം. ഒരു പാട്ടിന്റെ ചാനൽ ഇല്ലെങ്കിൽ മലയാളികൾക്ക് ഉറക്കം വരാത്ത രീതിയിൽ വളരെ അതിന്റെ കാലം എന്ന് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പിലേക്കൊക്കെ എത്തി. ഏതായാലും ഈ പാട്ടുകൾ എല്ലാ അറബ് ലോകത്തായാലും ഇംഗ്ലീഷിലായാലും ഒക്കെ ഇത്തരം പരിപാടികൾ പ്രൊജക്ട് ചെയ്യുന്ന പാട്ടും സംഗീതവും മദ്യപാനവും ഒക്കെ പ്രൊജക്ട് ചെയ്യുന്ന ഒരു കാലമാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഈ ഭൂമിയിലോട്ട് ജനങ്ങൾ ആഴ്ത്തപ്പെടാനുള്ള കാരണമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് അള്ളാഹുവിന്റെ ഹദീസിന്റെ റസൂലിന്റെ ഹദീസിന്റെ ഒക്കെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞുതരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, യാ മഅശറൽ മുഹാജിരീൻ ഖംസുൻ ഇദാ തുലീതും ബിഹിന്ന അഊദു ബില്ലാഹി അൻ തുദ്രികൂന്ന. 5 കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ഭയപ്പെടണം, നിങ്ങൾക്കത് വന്നു പോകുമോ എന്ന് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് വരാതിരിക്കാൻ. അതിൽപ്പെട്ട ഒന്നാണെന്ത്? ലം യൻഖുസുൽ മിക്യാല വൽ മീസാന ഇല്ലാ ഉഖദു ബിസ്സിനീന വശിദ്ദത്തിൽ മുഊനതി വജൗരി സുൽത്താൻ. അളത്തത്തിലും തൂക്കത്തിലും വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ വിലക്കയറ്റം കൊണ്ടും നിങ്ങളുടെ ഭരണാധികാരികളുടെ അക്രമം കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. അതൊരു ശിക്ഷയാണ്. അതേപോലെ വലം യംനഉ സകാത്ത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്ര മിനസ് സമാ. അതേപോലെ സകാത്ത് കൊടുക്കാതെ വിലങ്ങിയാൽ, സകാത്ത് ജനങ്ങൾ കൊടുക്കുന്ന സംവിധാനമൊക്കെ കുറവാണ്. ആരാണ് കണക്കൂട്ടി സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നത്? അള്ളാഹു അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ സക്കാത്ത് കൊടുക്കാത്തൊരു കാലം വന്നാൽ അള്ളാഹു ആകാശത്ത് നിന്ന് മഴ പിടിച്ചു വെക്കും. നമ്മളെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സക്കാത്ത് കൊടുക്കാത്തത് കൊണ്ടാണ്. അള്ളാഹു നമുക്ക് തന്നത് കൊടുക്കാതായാൽ അള്ളാഹു നമുക്ക് തരുന്നത് നിർത്തിവെക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, വലൗലൽ ബഹാഇമു ലം യുംതറു. എന്നിട്ട് അങ്ങനെ മഴ പിടിച്ചു വെച്ച് മൃഗങ്ങളുണ്ടായ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അവർക്ക് മഴ ലഭിക്കുക. അങ്ങനെ ഒരു സാഹചര്യം വരും എന്ന് മഹാനായ ഇബ്നു മാജാ റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ആലോചിച്ച് നോക്കി. അതേപോലെ അതേ ഹദീസിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലം തദ്ഹറുൽ ഫാഹിശത്തു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിം അത്താഉൻ വൽ ഔജാഉ അല്ലതി ലം തകുൻ മദത് ഫീ അസ്ലാഫിഹിം അല്ലദീന മളൗ. ഒരു സമൂഹത്തിൽ ഫാഹിശത്ത് വരും, തമ്മാടിത്തങ്ങൾ വരും. ഹത്താ യുഅ്ലിനു ബിഹാ, ആ തമ്മാടിത്തം കൊണ്ട് അവര് പരസ്യപ്പെടുത്തും. എന്നൊക്കെ നടക്കുന്നത് തന്നെയല്ലേ? ഓരോരുത്തർ ചെയ്യുന്ന തമ്മാടിത്തങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ. മുജാഹിരീങ്ങൾ ചെയ്തതിനെ ജഹറായിട്ട്, ചെയ്ത തെറ്റിനെ ഉറക്കെ പറയുക. ഒരു തമ്മാടിത്തം ഒരാൾ അറിയാതെ ചെയ്തു പോയാൽ ആ തമ്മാടിത്തത്തെ അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷെ അവനത് വീണ്ടും ജനങ്ങളിലേക്ക് പുതിയ രീതിയിൽ എത്തിക്കുക. ഇങ്ങനെ ഒരു രീതി വന്നാൽ ഫശാഫീഹിം അത്താഊനു, അവരുടെ വലിയ രോഗങ്ങൾ, വസൂരി പോലുള്ള അസുഖങ്ങൾ വരും. വല്ലൗജാഉ, വേദനകൾ വരും. എങ്ങനത്തെ അസുഖങ്ങളാണ്? അല്ലതീ ലം തകുൻ മളത് ഫീ അസ്ലാഫിഹിം, കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ ഒന്നുമില്ലാത്ത വലിയ രോഗങ്ങൾ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള ശിക്ഷകള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് വരും എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനൊക്കെയുള്ള കാരണം ഒന്ന് ളുൽമ്, കുഫ്ർ, ഇതൊരു കാരണമാണ്. അതേപോലെ ജനങ്ങളോട് നമ്മൾ എന്തെങ്കിലും അക്രമം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏതെങ്കിലും ഒരു രീതിയിൽ ശിക്ഷിക്കും. മാ മിൻ ദംബിൻ അജ്ദറു അൻ യജഅല അല്ലാഹു ലിസാഹിബിഹി അൽഉഖൂബത ഫി ദുനിയ മഅ മാ യദ്ഖറു ലഹു ഫിൽ ആഖിറതി മിനൽ ബഗ്യി വ ഖതിഅത്തിർ റഹീം.
നമ്മൾ ഓർക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നമുക്ക് റഹ്മത്തിന് വേണ്ടി നമുക്ക് ശഫാഅത്ത് ചെയ്യാമെന്നായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് പറയുന്നത്. മാ മിൻ ദംബിൻ, ഒരു ദോഷവുമില്ല, അജ്ദറു അൻ യുഅജ്ജിലല്ലാഹു ലി സാഹിബിഹി അൽഉഖൂബത ഫിദ് ദുനിയ, ദുനിയാവിൽ തന്നെ ശിക്ഷയെ അല്ലാഹു നേരിട്ട് പെട്ടെന്ന് തരാൻ ഇടയാവുന്ന ഒരു ദോഷവുമില്ല. മഅ യദ്ഖറു ലഹു ഫിൽ ആഖിറതി, ആഖിറത്തിൽ അതിന്റെ ശിക്ഷ ഉണ്ടാവും. അതോട് പുറമെ ഇവിടെയും കിട്ടും. മിനൽ ബഗി, അതിക്രമം ചെയ്യുക, വഖതിഅത്തിർ റഹിം, കുടുംബ ബന്ധങ്ങള് മുറിച്ചു കളയുക. ഈ രണ്ട് കാര്യത്തേക്കാൾ ഗുരുതരമായ ഒരു എന്താ പറയാ, ഒരു തെറ്റുമില്ല അള്ളാഹുവിന്റെ ശിക്ഷ പെട്ടെന്ന് കിട്ടാൻ. അപ്പൊ അത് അള്ളാഹുവിന്റെ ശിക്ഷ വിളിച്ചു വരുത്തുന്ന ഒരു സംഭവമാണ്. ഇന്നന്നാസ ഇദാ റഅൂ ളാലിമ ഫലം യഖുദു അലാ യദിഹി ഔശക അൻ യഉമ്മഹുമുല്ലാഹു ബിഅഖാബിൻ. മറ്റൊരു ഹദീസിൽ പറയാണ്, അള്ളാഹുവിന്റെ ശിക്ഷ വരുന്ന മറ്റൊരു രീതി ഖുർആൻ പറഞ്ഞു തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഇദാ റഅൂ ളാലിം, ഒരു തെമ്മാടിയെ അല്ലെങ്കിൽ ഒരു അക്രമിയെ കണ്ടു, ഫലം യഖുദു അലാ യദിഹി, എന്നിട്ട് അവനെ പിടിച്ചു വെച്ചില്ല, തടഞ്ഞു വെച്ചില്ല എങ്കിൽ ഔശക അൻ യഉമ്മഹുമുല്ലാഹു ബിഅഖാബിൻ, എല്ലാവർക്കും ശിക്ഷ വരാൻ അതൊരു ഹേതുവായി തീരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അപ്പൊ ശിക്ഷകൾ വരുന്ന ഓരോ രീതികൾ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വൈലുൽ ലിൽ അറബ് മിൻ ശർരിൻ ഖദ് ഖതറബ് فتح اليوم من ردم يأجوج ومأجوج مثل هذه وحلق بإصبعه الإبهام والتي تليها. قالت زينب بنت جحش رضي الله عنها فقالت قلت يا رسول الله أنهلك وفينا الصالحون قال نعم إذا كثر الخبث. എന്താ പറയുന്നത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഈ അറബ് സമൂഹത്തിനൊരു വലിയ വിപത്ത് വരാനിരിക്കുന്നുണ്ട്. ഇന്ന് യഅജൂജ് മഅജൂജിന്റെ ആ കെട്ടിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ച് വൃത്താകൃതിയിൽ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ള അത്ര ഇന്ന് അതിൽ നിന്ന് തുറക്കപ്പെട്ടു, ഒരു വലിയ ഫിത്ന ഇവിടെ തുറക്കപ്പെടാൻ പോകുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിന്റെ വാതിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ വാതില് നിങ്ങൾക്ക് ശേഷമാണ് തുറക്കപ്പെടുക, അത് തുറക്കപ്പെട്ടാൽ പിന്നീട് അത് അടയില്ല എന്നൊക്കെ മറ്റൊരു ഹദീസിലുണ്ട്. അങ്ങോട്ട് വിശദമായി ഫിത്ൻ എന്ന ബാബിൽ നിങ്ങൾ നോക്കിയാൽ ഒരുപാട് അത്തരം സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഈ ഉമ്മത്ത് വരാനിരിക്കുന്ന ഒരുപാട് ഫിത്നകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്ന വളരെ വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകം അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് ഹദീസുകളുണ്ട് വരാനിരിക്കുന്ന ഫിത്നകള്. അന്ന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് സഹാബത്ത് ചോദിച്ചപ്പോ, നിങ്ങൾ അന്ന് പ്രതികരിക്കാൻ പോകരുത് എന്നാ പറഞ്ഞത്. നമ്മള് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അറബ് വിപ്ലവത്തെയൊക്കെ പലരും പിന്തുണക്കുമ്പോൾ അവരോടൊക്കെ വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ പറയാനുള്ളത്, അള്ളാഹുവിന്റെ റസൂൽ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ സമയത്ത് എന്ത് ചെയ്യണമെന്നുള്ളത്. ഇന്നത്തെ സമയത്ത് എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് അന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രതികരിക്കാൻ പോകരുത് എന്നാണ്. അതിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് വേറെ ക്ലാസ് വെക്കാം. വിശദമായി പറഞ്ഞാൽ ആ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിന് പിന്തുണ നൽകുന്ന സമ്പ്രദായമൊന്നും ഇസ്ലാമികമല്ല എന്ന് മറ്റു വാക്കിൽ പറഞ്ഞ് ഞാൻ ആ വിഷയത്തിന് തലയൂരാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്ത് യാ റസൂലല്ലാഹ് അനുഹ്ലകു വഫീന സാലിഹൂൻ, അല്ലെങ്കിൽ അനഹ്ലികു വഫീന സാലിഹൂൻ, ഞങ്ങളിൽ സാലിഹ്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ നശിച്ചു പോകുമോ എന്ന് സൈനബ റളിയല്ലാഹു തആല ചോദിച്ചപ്പോ തങ്ങൾ പറയാണ്, എന്ത് നശിക്കും, ഇദാ കസറുൽ ഖബസ്, തിന്മകള് നിങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു പോയാൽ ആ തിന്മ കാരണമായി നിങ്ങളും നശിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതുകൊണ്ടാണ് റസൂൽ റഹ്മത്ത് എന്ന് പറയുന്നത്. ഇത് നബി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് റോളുണ്ട്. ലാ തസാലു ഉമ്മത്തി ബിഖൈരിൻ മാ ലം യഫ്ശു ഫീഹിം വലദുസ്സിന ഫഇദാ ഫശാ ഫീഹിം വലദുസ്സിന ഫയൂശികു അൻ യഉമ്മഹുമുല്ലാഹു ബിഅഖാബ്. ഇമാം അഹ്മദ് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റിവായത്ത് ചെയ്ത ഹദീസാണ് ഫത്ഹുൽ ബാരിയിൽ. എന്താ പറയുന്നത്, ലാ തസാലു ഉമ്മത്തി ബിഖൈരിൻ, എന്റെ സമുദായം ഖൈറിലായിരിക്കും, മാ ലം യഫ്ശു ഫീഹിം വലദുസ്സിന, സിനായിലുള്ള വ്യഭിചാരത്തിൽ പിറന്ന മക്കള് ഈ സമൂഹത്തിൽ പരക്കാത്ത കാലത്തോളം എന്റെ ഉമ്മത്തിൽ ഖൈറുണ്ടാവും. വൈദാ ഫശാഫിഹിം വലദുസ്സിന, വലദുസ്സിന പരന്നു കഴിഞ്ഞാൽ ഫയൂശികു അൻ യഉമ്മഹുമുല്ലാഹു ബിഅഖാബിൻ, ഇവിടെ ശിക്ഷകൾ വരാൻ, സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ശിക്ഷകൾ വരാൻ അത് കാരണമാകും. അതുകൊണ്ടാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ്സ, സമൂഹമേ നിങ്ങൾ പേടിക്കണം, ഫിത്നതൻ, ഒരു ശിക്ഷയെ, ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ്സ, നിങ്ങളിൽ തെറ്റ് ചെയ്തവരെ മാത്രം തെരഞ്ഞു പിടിച്ചിട്ടാവില്ല പലപ്പോഴും അള്ളാഹു ശിക്ഷിക്കുക. അതുകൊണ്ട് ചില ആളുകൾ ചെയ്യുമ്പോൾ ആ തെറ്റിനെ അള്ളാഹു മൊത്തത്തിലാണ് ശിക്ഷിക്കുന്നത്. അതിന് കാരണം നമുക്ക് പറയാം. അപ്പൊ അങ്ങനത്തെ ചില ആളുകൾ ചെയ്ത് തെറ്റിന് മൊത്തത്തിലുള്ള ശിക്ഷ വരും, അതിനെ നിങ്ങൾ പേടിക്കണം. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹുവിന്റെ ശിക്ഷ എന്നുള്ള രീതിയിൽ വരുമ്പോ അത് കഠിനമായിരിക്കും എന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്. വല്ലദീ നഫ്സി ബിയദിഹി, അള്ളാഹുവിന്റെ റസൂൽ പറയാം, വല്ലദീ നഫ്സി ബിയദിഹി ലതഅമുറുന്ന ബിൽ മഅറൂഫി വലതൻഹൗന്ന അനിൽ മുൻകരി ഔ ലയൂശികന്ന അല്ലാഹു അൻ യബഅസ അലൈക്കും അദാബൻ മിൻ ثم تدعونه فلا يستجاب لكم. ഇമാം തുർമുദി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. എന്താ പറയുന്നത്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ
ആത്മാവാരുടെ കരങ്ങളിലാണോ? നിങ്ങളുടെ ആ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയാം, ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നല്ലത് കൊണ്ട് കൽപ്പിക്കണം, വലതൻഹൗന അനിൽ മുൻകർ, തിന്മയെ തൊട്ട് നിങ്ങൾ വിരോധിക്കണം. നമ്മൾ നന്മ പറയാൻ എപ്പോഴും തയ്യാറായിരിക്കണം. തിന്മ കാണുമ്പോൾ അവരുടെ കൈ പിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹു അടുക്കും അദാബൻ, അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കാൻ തുടങ്ങും. സുമ്മ തദ്ഉനഹു, ആ ശിക്ഷ വന്നു തുടങ്ങിയിട്ട് പിന്നെ നിങ്ങൾ ദുആ ചെയ്താൽ ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് അള്ളാഹു ഇജാബത്ത് ചെയ്യൂല. നമ്മൾ ഓർക്കേണ്ടതാണ്, അവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്തം. എവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായത് കൊണ്ട് നിങ്ങളെ ശിക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉലമാ വറസത്തുൽ അംബിയ ആണ് അല്ലെ? നമ്മൾ എപ്പോഴും പറയുന്നതാണ് അൽ ഉലമാ വറസത്തുൽ അംബിയ. ഉലമാ എന്ന് പറഞ്ഞാൽ അംബിയാക്കളുടെ വാരിസ്യങ്ങളാണ്. നമ്മളതിനർത്ഥം പറയൽ എന്താ? നമ്മൾ ഈ തലകെട്ട് കെട്ടിയവരൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ വാരിസ്യങ്ങളാണെന്നാണോ അതിന്റെ അർത്ഥം? അല്ലല്ലോ. അങ്ങനെ അർത്ഥമായാലും പിന്നെ എങ്ങനെയാണ് ഈ കാണുന്ന മുഴുവൻ ആളുകളെ നമ്മൾ അംഗീകരിക്കേണ്ടി വരില്ലേ? അൽ ഉലമാ, യഥാർത്ഥ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ വറസത്തുൽ അംബിയായി, അംബിയാക്കളിൽ നിന്ന് ഇർസ് ലഭിച്ചവർക്കാണ് ആലിം എന്ന് പറയുന്നത്. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണെന്നാ പറയുന്നത്? അൽ ഉലമാഉ വറസത്തുൽ അംബിയായി, അംബിയാക്കളിൽ നിന്ന് ഇർസ് ലഭിച്ച ആളുകളാണ്. അൽ അംബിയാവ്, നമുക്കറിയാം അംബിയാക്കൾ ഇർസ് എന്താ വന്നത്? ഇവിടെ കുറെ റിയൽ എസ്റ്റേറ്റോ അല്ലെങ്കിൽ പാടോ പറമ്പൊന്നും ഇട്ടിട്ടല്ലോ പ്രവാചകന്മാര് പോയത്. അവരെന്താ? ഇന്നമാ വറസുൽ ഇൽമാണ്, അവർ മാരിഫത്താണ് ഇവിടെ ഇട്ടേച്ചു പോയത്. അള്ളാഹുവിന്റെ മഹാന്മാരായ അംബിയാക്കള് ഇർസായി നമുക്ക് തന്നത് മാരിഫത്താണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ആ മാരിഫത്ത് ലഭിച്ചവന് മാത്രമാണ് യഥാർത്ഥത്തിൽ ആലിം എന്ന് പറയുള്ളൂ. അതാണ് അള്ളാഹുവിനെ അറിയാതെ ജീവിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടാത്ത ആളുകള്. ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് പറഞ്ഞത് ആ മാരിഫത്തുള്ള ആളുകളെ കുറിച്ചാണ്. അല്ലാതെ ഈ വേഷം കെട്ടി നടക്കുന്നവരൊക്കെ അള്ളാഹുവിനെ പോലുള്ളവരാണെന്ന് അതിനർത്ഥമില്ല. ഇന്നമാ യഖ്ശല്ലാഹ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ആര് മാത്രമാണ്? മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് ഉലമാ മാത്രമാണ്. ആരാ ഉലമാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയായി, അംബിയാക്കളിൽ നിന്ന് ഇർസ് ലഭിച്ചവരാ, മാരിഫത്തുള്ളവരാ. റബ്ബിനെ അറിയുന്നവനാണ് റബ്ബിലേക്ക് ആളെ എത്തിക്കാൻ കഴിയുള്ളൂ. അതാണ് മാരിഫത്ത് എന്ന് പറഞ്ഞാൽ. കുറെ അധികം പുസ്തകം വായിച്ചതല്ലല്ലോ ഇൽമ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെ അറിയുമ്പോഴാണ് അള്ളാഹുവിലേക്ക് ഒരാളെ വഴി നടത്താൻ കഴിയുക. അതാണ് യഥാർത്ഥ ഇൽമ, അതാണ് മാരിഫത്ത്. റബ്ബിനെ അറിയുന്നവനും റബ്ബിനെ അറിയിച്ചു കൊടുക്കുന്നവനും അള്ളാഹുവിന്റെ ഖൽഖിലേക്ക് അടുപ്പിച്ചു കൊടുക്കുന്നവനുമാണ് യഥാർത്ഥത്തിൽ ആലിം എന്ന് പറഞ്ഞാൽ. അപ്പോ അത്തരം ആലിമീങ്ങളുടെ ഉത്തരവാദിത്തമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്ത്? ലതഅ്മുറുന്ന ബിൽ മഅറൂഫി വലതൻഹൗന അനിൽ മുൻകർ, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നന്മ കൊണ്ട് കൽപ്പിക്കലും തെറ്റിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കലും. ഔ ലയൂസികന്നല്ലാഹു അൻ യബഅസ അലൈക്കും ഇഖാബൻ മിൻ, അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കാൻ അതിന് കാരണമാവും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ. ലുഅനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ്, അല്ലേ? നമ്മൾ എപ്പോഴും പറയുന്ന ആയത്താണ്. ലുഅനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ് വഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസൗ വകാനൂ യഅ്തസുൻ കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു ലബിഅസ മാ കാനൂ യഫഅലൂൻ. ബനി ഇസ്രായേലില് ശപിക്കപ്പെടാനുണ്ടായ കാരണം തന്നെ എന്താ? അവരെല്ലാ തമ്മാടിത്തം ചെയ്യും. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു ലബിഅസ മാ കാനൂ യഫഅലൂൻ. അവർ ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും ആരും പിന്തിരിപ്പിക്കാറുണ്ടായിരുന്നില്ല, നല്ലതുകൊണ്ട് കൽപ്പിക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ അത് വലിയൊരു ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷക്കൊക്കെ പ്രധാന ഘടകം അതാണ്. നമ്മൾ പറഞ്ഞത്, വിപത്തുകൾ വരുമ്പോൾ സമൂഹത്തെ സമുദ്ധരിക്കണം, അവരെ ബോധവൽക്കരിക്കണം, ഓരോന്നിന്റെ കാരണം പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്, ആൾനാശം സംഭവിക്കുന്നത്. നിങ്ങൾക്ക് സ്വസ്ഥമായി കടന്നുറങ്ങാൻ പറ്റാത്തതിന്റെ കാരണം കേവലം നിങ്ങളുടെ ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ വൈബ്രേഷനോ മറ്റോ കാര്യങ്ങളോ അല്ല. ഭൂമിയിൽ നിന്ന് പുക വന്നിട്ട് നിങ്ങൾ ഭൂമിയുടെ അടിയിൽ നിന്ന് വളരെ ചൂടുള്ള ദ്രാവകം കടലിന്റെ അടിയിൽ നിന്ന് ഇപ്പോഴും വരുന്നുണ്ട്, പുക പോലെ. ആ ചൂടിന് ഒരു വ്യത്യാസം വരുന്നില്ല. അവിടെ അള്ളാഹു ജീവികളെ ജീവിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന ഒരു കാരണമാണല്ലോ, അവിടെ ഭൂമിയുടെ അടിയിലുള്ള രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത് കൊണ്ട് അതിന്റെ പ്രകമ്പനമാണ് ഇവിടെ പുറത്തേക്ക് വന്നത്, അങ്ങനെയാണ് സുനാമി ഉണ്ടായതെന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാഷണൽ ജിയോഗ്രഫിയിലെ ചില വീഡിയോസ് കാണാം. നാഷണൽ ജിയോഗ്രഫിയിൽ ഇന്നും വോൾക്കാനിക് ഇറപ്ഷൻസ് കാണാൻ പറ്റും. കടലിനടിയിൽ നിന്ന് ഇന്നും വലിയ അഗ്നിപർവ്വതങ്ങള് നിരന്തരമായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലാവയും മറ്റ് ചൂടുള്ള ദ്രാവകവും കടലിൽ ഒരു ചൂടിന് ഒരു കുറവുമില്ലാതെ അതേ ഫോഴ്സിൽ പുറന്തള്ളപ്പെടുന്നുണ്ട്. അതിന്റെ അടുത്ത് മത്സ്യങ്ങൾ ജീവിക്കുന്നുണ്ട്, ഞണ്ടുകൾ ജീവിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ എന്തെങ്കിലും പുക വന്നു വെച്ചിട്ട് അങ്ങനെ നശിച്ചു പോകുന്ന രീതിയിലല്ല. എന്നുവെച്ചാൽ പ്രകൃതിയിലുള്ള കാരണങ്ങൾ കൊണ്ട് നശിക്കണേ അവർക്ക് നശിക്കണ്ടേ? അവിടെ ജീവസാന്നിധ്യം ഉണ്ടാവാൻ പാടണ്ട. 6-7 കിലോമീറ്റർ അടിയിലേക്ക് അവിടെ ജീവികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, പല രീതിയിലുള്ള ജീവികള്. നാഷണൽ ജിയോഗ്രഫിയുടെ യൂട്യൂബിലുള്ള ചില ക്ലിപ്പുകൾ നിങ്ങൾ കാണാം, അതിൽ കാണാൻ പറ്റും. അത്ഭുതം തോന്നും. ഈ വലിയ അതിശക്തമായ ചൂടില് വലിയ വാഹനങ്ങളോ അതിനൊക്കെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വാഹനമായിട്ട് അവർ ഇറങ്ങി ചെന്നിട്ട് അവർക്ക് അത്ഭുതം തോന്നും. അവിടെ ഞണ്ടുകളും മത്സ്യങ്ങളൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു. അതിന് പറ്റിയ രീതിയിൽ അവിടെ ജീവികൾ ജീവിക്കുന്നുണ്ട്.
അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ശിക്ഷിക്കുന്നത് വെറും ഒരു പ്രകൃതിയുടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടല്ല, അതിന് കാരണങ്ങളുണ്ട് തീർച്ചയായും. ആ കാരണങ്ങൾ കൊണ്ടാണ് അല്ലാഹു അവരെ ശിക്ഷിക്കുന്നത് എന്ന് മുഅ്മിനീങ്ങളായ നമ്മൾ മനസ്സിലാക്കി ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയും വേണം. അതാണ് വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യം ഉലമാഇനോട് ഉണ്ടാക്കാൻ സാധിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യം ഉലമാഇനോട് ഉണ്ടാക്കാൻ സാധിക്കണം. അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതാണ് വഅൻത ഫീഹിം എന്ന് പറഞ്ഞാൽ നബിയുടെ സുന്നത്ത് അവിടെ ഉണ്ടാവണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അവിടെ ഉണ്ടാവണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ വരൂല. അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സമൂഹത്തിന് വന്ന എല്ലാ ശിക്ഷയും ഈ ഉമ്മത്തിനും വരും എന്ന് ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന കാരണങ്ങളൊക്കെ പറഞ്ഞു. മാ മിൻ ഖൗമിൻ യഅമലു ഫീഹിം ബിൽ മആസി ثم يقدرون على ان يغيروا ثم لا يغيروا الا يشرك الله ان يعمهم الله منه بعقاب. ഇമാം അബൂദാവൂദ് റിവായത്ത് ചെയ്യുന്ന ഏറെക്കുറെ അർത്ഥമുള്ള മറ്റൊരു ഹദീസാണ്. എന്താ പറയുന്നത്? ഒരു സമൂഹം തമ്മാടിത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് തിരുത്താനും അതിൽ ഇടപെടാനും അതിനെ അവരെ പിന്തിരിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ട്. എന്നിട്ട് അവരത് ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒക്കെ ഒന്നിച്ച് നശിപ്പിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. മല്ലം യഅമൽ ഇന്നല്ലാഹ ലാ യുഅദ്ദിബുൽ ആമ്മത ബിഅമലിൽ ഖാസ്സ. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു പൊതുവെ പൊതുജനങ്ങൾ ആമത്ത എല്ലാവരെയും ശിക്ഷിക്കൂല ബിഅമലിൽ ഖാസത്തി. ഒരു കുറച്ച് വിഭാഗം കള്ളൊടിച്ചു അല്ലെങ്കിൽ കുറച്ച് വിഭാഗം തമ്മാടിത്തം ചെയ്തു വെച്ചിട്ട് എല്ലാവരും നശിപ്പിക്കൂല. അതിനൊരു രീതി അല്ലാഹു വെച്ചിട്ടുണ്ട്. ഹത്താ തഅമലൽ ഖാസത്തു ബിഅമലിൻ തഖ്ദിറു അലൈഹിൽ ആമ്മത്തു അൻ തുഗയ്യിറഹു. എന്താ പറയുന്നത്? ഈ ആമായ, അതായത് കുറച്ച് ആളുകൾ ചെയ്യുന്ന തെറ്റ് ഈ വലിയ വിഭാഗത്തെ തടുക്കാൻ കഴിയും. അങ്ങനത്തെ രീതിയിലുള്ള തെറ്റുകളാവണം. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതന്നല്ലേ? കുറച്ചാളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് നമുക്കൊക്കെ തടയാം. കുറഞ്ഞ ആളുകളല്ലേ തെറ്റ് ചെയ്യുന്നുള്ളൂ, വലിയ വിഭാഗം തെറ്റ് ചെയ്യാത്തവരാണ്. പക്ഷെ നമുക്കത് പിന്തിരിപ്പിക്കാൻ നമ്മൾ ഇടപെടുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോഴാണ് ഇതിൽ നല്ലവരും ചീത്തവരൊക്കെ ഒന്നിച്ച് നശിച്ചു പോകുന്നത്. ഈ നശിപ്പിക്കപ്പെടുന്ന പല രാജ്യത്തും അതുപോലെ നല്ലവരും പാവപ്പെട്ടവരൊക്കെ ഉണ്ടാവാം. അവർ നശിപ്പിക്കപ്പെടാനുണ്ടായ കാരണം ആരും ഒന്നിലും ഇടപെടുന്നില്ല. നമ്മൾ ഫ്രീ സൊസൈറ്റി എന്ന് വിളിക്കപ്പെടുന്ന യൂറോപ്പിലും അതുപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ കാണുന്നത് അതാണല്ലോ. അവിടെ എല്ലാറ്റിനും നിയമ പരിരക്ഷയാണ്. വിചാരത്തിന് പരിരക്ഷ, സ്വർഗബോധത്തിന് പരിരക്ഷ, ഏത് രീതിയിലുള്ള പാർട്ട്ണർഷിപ്പിനും കുടുംബജീവിതത്തിനും പരിരക്ഷ, ഇങ്ങനെ എല്ലാത്തിനും പരിരക്ഷ നൽകി അതിനൊന്നും ആരും ഇടപെടാൻ കഴിയാത്ത വിധം തെറ്റുകൾ സംരക്ഷിക്കപ്പെടുകയാണ്. നിയമം മൂലം തെറ്റുകൾ സംരക്ഷിക്കപ്പെടുകയാണ്. അവിടേക്ക് അല്ലാഹു ഇടപെടും, അവിടേക്ക് അല്ലാഹു ഇടപെടും. അതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്. أمر الله المؤمنين ألا يقروا المنكر بين أظهرهم فيعمهم الله بعذاب يصيب الظالم وغير الظالم. തഫ്സീർ ബഗവിയിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇടയിൽ ഒരു തെറ്റുണ്ടെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിച്ചു കൊടുക്കരുത്. അംഗീകരിച്ചു കൊടുത്താൽ ആ അംഗീകാരം മാത്രം മതി. നമ്മൾ അതുകൊണ്ട് റിളാ ബിൽ മആസി ഏറ്റവും വലിയ പ്രശ്നം. إذا ظهرت المعاصي في أمتي عمهم الله عز وجل بعذاب من عندي قلت يا رسول الله أما فيهم يومئذ أناس صالحون എന്ന് ചോദിച്ചു. ആര്? ഉമ്മ സലമ റളിയല്ലാഹു തആല അൻഹ. അവര് സാലിഹീങ്ങൾ ഉണ്ടാവൂലേ? കഅബ വിളിക്കാൻ അടക്കം ഒരു സമൂഹം വരും. നമ്മൾ കേട്ട ഹദീസാണ്. അപ്പൊ അവിടെ യുഖ്സഫു ബി അവ്വലിഹിം വആഖിരിഹിം, അവിടെയുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു ഭൂമിയിലോട്ട് ആഴ്ത്തും. ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് റിവായത്ത് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും അപ്പൊ ചോദിച്ചു, അവിടെ സാലിഹീങ്ങളില്ലേ? സാലിഹീങ്ങളുണ്ട്, പക്ഷെ അവരെയൊക്കെ അല്ലാഹു നശിപ്പിക്കും. സുമ്മ യുബഅസുന അലാ നിയ്യാതിഹിം, പിന്നെ അവരുടെ നിയ്യത്ത് പ്രകാരം അവരൊക്കെ നല്ലവരാണെങ്കിൽ അല്ലാഹു അവരെയൊക്കെ സ്വർഗ്ഗത്തിൽ കടത്തിയിട്ട് പരലോകത്ത് അവർക്ക് നല്ല വിജയം കൊടുക്കും. ദുനിയാവിലെ നാശം അവരെയും ബാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അപ്പോ വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് നമ്മുടെ ഉലമാക്കൾ തിരിച്ചു വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉലമാക്കൾ മാത്രമല്ല, ആരൊക്കെ അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്നുവോ, അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണമെന്നും ഈ തിന്മകളൊക്കെ ഇവിടെ നിന്ന് ഉച്ചാരണം ചെയ്യപ്പെടണമെന്നും അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന തിന്മയോടുള്ള ആഭിമുഖ്യം യുവതലമുറയിലും കുടുംബ സാഹചര്യങ്ങളിലുമൊക്കെ ഇല്ലാതെയാവണമെന്നൊക്കെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇടപെടണം. സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കണം, ക്രിയാത്മകമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കണം. സമൂഹത്തിന്റെ മിടിപ്പുകൾ മനസ്സിലാക്കി ഇടപെടാനുള്ള കെട്ടുറപ്പുള്ള സംവിധാനങ്ങൾ നമ്മൾ പിന്തുണക്കണം. ഇത്തരം ഒരു രീതി നമ്മൾ പിന്തുടർന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ആയത്ത് വെറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം മാത്രമായി പറഞ്ഞ് അങ്ങനെ കാലം കഴിക്കേണ്ട ഒരു ഗതികേടാണ് നമുക്കുണ്ടാവുക. മാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം എന്ന് പറയുന്നതിന്റെ പാഠം എന്താണ്? നമ്മളത് ഉൾക്കൊള്ളുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശത്തെ സമൂഹത്തിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക. കാനത്തിൽ ഉമമിൽ മാദിയ വൽ ഖുറൂനസ് സാലിഫ അസദ്ദ മിൻകും. മഹാനായ ഇബ്നു കസീർ തങ്ങൾ പറയാണ്, ഫലം യസീറു ഫിൽ അർളി ഫയൻദറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം കാനൂ അസദ്ദ മിൻഹും ഖുവ്വതൻ വഅസാറുൽ അർള വഅമറുഹാ അക്സറ മിമ്മാ അമറുഹാ വജാഅതുഹും റസുലുഹും ബിൽ ബയ്യിനാത് ഫമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ.
അല്ലെ? പഴയ സമൂഹങ്ങളൊക്കെ വളരെ ശക്തരായിരുന്നു. നിങ്ങളെപ്പോലെ വാഫാക്കളായിരുന്നില്ല. അവരൊക്കെ വളരെ വളരെ ശക്തരായ ആളുകളായിരുന്നു. പക്ഷേ അവരൊക്കെ നശിക്കാൻ കാരണം അവർ ലാലിമ്യങ്ങളായതുകൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹു നിങ്ങളൊന്നും ഒട്ടും വിലപ്പോവില്ലെന്നാണ് പറഞ്ഞത്. അക്സർ അംവാലൻ വഔലാദൻ വമാ ഊതീതും മിഅ്ശാറ മാ ഔതു വമുക്കിനു ഫി ദുനിയ തംകീനൻ ലം തബ്ലുഗു ഇലൈഹി വഅമറു ഫിഹാ അഅ്മാറൻ തവീല ഫഅമറുഹാ അക്സറ മിൻകും വസ്തഗല്ലുഹാ അക്സറ മിൻ ഇസ്തിഗ്ലാലിക്കും. അപ്പൊ അങ്ങനെ പല രീതിയിലും കഴിവുള്ള ആളുകളായിരുന്നു പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അവരെയൊന്നും അള്ളാഹു വെറുതെ വിട്ടില്ല. അതേ അവസ്ഥ നമുക്കും വരും. നമ്മളത് ഭയപ്പെടണം. അതുപോലെ ഈ സമൂഹത്തിന് വരാനിരിക്കുന്ന മറ്റൊരു വിപത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇയ്യാകും വശ്ശഹ, നിങ്ങൾ പിശുക്കിനെ ഭയപ്പെടണം. ഫഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബിശ്ശഹി, നിങ്ങളുടെ മുഴുവൻ മുമ്പ് കഴിഞ്ഞു പോയ ആളുകള് അവര് നശിച്ചത് പിശുക്കൊണ്ടാണ്. നമ്മൾ ആ തോട്ടത്തിന്റെ കഥ പറഞ്ഞു. ആ തോട്ടത്തിന്റെ ആളുകൾ അതുകൊണ്ട് വലിയ സമ്പാദ്യം ഉണ്ടാക്കി, അവരതുകൊണ്ട് അഭിമാനിച്ചു. പാവപ്പെട്ടവരെന്ന് ചോദിച്ചപ്പോ അതിൽ നിന്ന് സദഖ ചെയ്തില്ല. അങ്ങനെയാണ് അവരെ ആ വെള്ളപ്പൊക്കം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത്. അമറഹും ബിൽ ബുഖരി ഫബഖിലു വഅമറഹും ബിൽ ഖത്തിയഅതി ഫഖതഉ, അവർ കുടുംബബന്ധങ്ങൾ ചേർത്തില്ല, ദാനധർമ്മങ്ങൾ ചെയ്തില്ല. അമറഹും ബിൽ ഫുജൂരി ഫഫജറു, അങ്ങനെ അവരെന്തൊക്കെ തമ്മാടിതങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു. അങ്ങനെ ഈ ശുഹ എന്ന് പറയുന്നത്, പിശുക്ക് എന്ന് പറയുന്നത് വലിയൊരു അപകടം വിളിച്ചു വരുത്തുന്ന ഒരു ഘടകമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും വലാകിന്നി അഖ്ശാ അൻ തുബസത അലൈക്കും അദ്ദുനിയ കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലകും ഫതനാഫസുഹാ കമാ തനാഫസുഹാ വതുഹ്ലികഹും കമാ അഹ്ലകത്ഹും. എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടും. നമ്മളെപ്പോഴും കേൾക്കുന്ന ഹദീസാണ്. നിങ്ങൾക്ക് ഞാൻ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നില്ല, ദുനിയാവ് നിങ്ങൾക്ക് പരത്തപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എന്തിനാ ഭയപ്പെടുന്നത്? പിന്നെ അതിന്റെ പിന്നാലെയാവും. നമ്മൾ സദഖ ചെയ്യൂല, ദാനധർമ്മങ്ങൾ ചെയ്യൂല, പിടിച്ചു വെക്കും, സക്കാത്ത് കൊടുക്കൂല. അപ്പോഴാണല്ലോ അതിന്റെ ഭയപ്പെടേണ്ട കാര്യം വരുന്നുള്ളൂ. അപ്പൊ ദുനിയാവിന് വേണ്ടി നമ്മൾ കെട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെ ദാനധർമ്മങ്ങൾ കുറയും, പിശുക്കുന്നത് എന്റെ ഉമ്മത്തിൽ വരും എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ബുഖാരി ഇമാം റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നത് ദുനിയാവ് നിങ്ങൾക്ക് തുറക്കപ്പെടുന്ന അതിന്റെ സൗന്ദര്യങ്ങളും അതിന്റെ ഭംഗിയും ആഡംബരവും ഒക്കെ നിങ്ങൾക്ക് തുറക്കപ്പെടുന്ന ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങള് നമ്മുടെ മേൽ വീണ്ടും അള്ളാഹുവിന്റെ ശിക്ഷ വരാനുള്ള ഘടകങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളൊക്കെ കരുതലോടുകൂടി മനസ്സിലാക്കുകയും സമൂഹത്തെ അത്തരം കാര്യങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ ഉമ്മത്തിന് എത്രമാത്രം പരിരക്ഷ ലഭിച്ചോ അതുപോലുള്ള പരിരക്ഷ നാം ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിനും ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളാൽ കഴിയുന്ന ദീനീയായ ഇസ്ലാമികമായ ചൈതന്യമുള്ള കർമ്മങ്ങളിൽ നമ്മൾ വ്യാപൃതരാകണം. അതിനുവേണ്ട സംഗമങ്ങളിൽ നമ്മൾ സംബന്ധിക്കണം. ഇതുപോലുള്ള മറ്റ് പരിപാടികളൊക്കെ വിജയിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദ്ദർമ്മങ്ങളൊക്കെ വിജയിപ്പിക്കുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അളവറ്റ് സ്നേഹിക്കാനും അവിടുത്തെ ചര്യ പിന്തുടരാനും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മളൊക്കെ എപ്പോഴും ആക്രം ബൈത്തിലൊക്കെ പറയുന്നതാണ്, യാ നഫ്സു ലാ തഖ്നതി മിൻ സല്ലത്തിൻ അളുമത് ഇന്നൽ കബായിറ ഫിൽ ഗുഫറാനി കല്ലമമി ലഅല്ല റഹ്മത റബ്ബി ഹീന യഖ്സിമുഹാ തഅതി അലാ ഹസബിൽ അസ്യാനി ഫിൽ ഖസമി. യാ നഫ്സു ലാ തഖ്നതി, നമ്മുടെ നഫ്സിനോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഇതാണ്. യാ നഫ്സു ലാ തഖ്നതി, എന്റെ നഫ്സേ നീ വിഷമിക്കരുത്, നീ നിരാശനാവരുത്. മിൻ സല്ലത്തിൻ അളുമത്, നീ ചെയ്തു പോയ വലിയ തെറ്റുകളിൽ നിന്ന്. ഇന്നൽ കബായിറ ഫിൽ ഗുഫറാനി കല്ലമമി, അല്ലാഹു പൊറുക്കാൻ വിചാരിച്ചാൽ ഈ വലിയ പാപങ്ങളൊന്നുമല്ല, അതൊക്കെ വലിയ പദകളെ പോലെ ഒന്നുമല്ലാത്ത സാധനങ്ങളാണ്. അല്ലാഹു മഗ്ഫിറത്തുക ഔസഅ മിൻ ദുനൂബിന എന്നാണ് നമ്മൾ പറയാറ്. അല്ലാഹുവേ നിന്റെ മഗ്ഫിറത്താണ് ഔസഅ മിൻ ദുനൂബിന, ഞങ്ങളുടെ പാപങ്ങളെക്കാളും എത്രയോ വിശാലമായതാണ് അല്ലാഹുവേ നിന്റെ മഗ്ഫിറത്ത് എന്ന് നമ്മൾ ദുആ ചെയ്യുന്നു. ലഅല്ല റഹ്മത റബ്ബി, ഒരു പ്രതീക്ഷയാണ് നമുക്ക്. ലഅല്ല റഹ്മത റബ്ബി ഹീന യഖ്സിമുഹാ, അല്ലാഹുവേ നിന്റെ റഹ്മത്ത് നീ ഓഹരി വെക്കുന്ന സമയത്ത് തഅതി അലാ ഹസബിൽ അസ്യാനി ഫിൽ ഖസമി, അത് തെറ്റ് ചെയ്തതിന്റെ കണക്കനുസരിച്ചാണ് റഹ്മത്ത് ലഭിക്കുന്നത് എങ്കിൽ എത്രമാത്രം സന്തോഷകരമായിരുന്നു എന്ന് കവി ആഗ്രഹിക്കുകയാണ്. നമ്മൾ എത്ര തെറ്റ് ചെയ്തോ, തെറ്റ് കൂടുതൽ ചെയ്തവർക്ക് കൂടുതൽ റഹ്മത്ത് ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി ഒരു ദുആ കാത്തു വെച്ചിട്ടുണ്ട് അല്ലെ. എല്ലാ പ്രവാചകന്മാരും ഓരോ ദുആ ചെയ്തു. ഞാൻ എന്റെ ദുആഇനെ എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ കാത്തുവെച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, നമ്മൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് പ്രവാചകന്മാർ ഇതുപോലെ സമൂഹത്തിനെതിരെ ദുആ ചെയ്തിട്ടുണ്ട്. അവർക്ക് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ
ആണ്ടുകളാണ് അവർ ക്ഷമിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അതുപോലെ ഒരു ദുആ ചെയ്യാമായിരുന്നു മക്ക മുശ്രിക്കീങ്ങൾക്കെതിരെ. പക്ഷേ അവർക്കും അവരുടെ വരാനുള്ള തലമുറക്കും നന്മക്ക് വേണ്ടിയാണ് നബി തങ്ങൾ ദുആ ചെയ്തത്. അല്ലാഹുവിന്റെ റസൂൽ ആ ദുആയെ കാത്തുവെച്ചു. ഇന്നിഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ സമൂഹത്തിന് ശഫാഅത്തായിട്ടാണ് ഞാൻ ഇത് എടുത്തു വെച്ചത്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവിന്റെ റസൂലിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് തന്നെ വളരെ സന്തോഷത്തോടെയാണ്. ലഖദ് ജാഅകും, നിങ്ങൾക്ക് വന്നിട്ടുണ്ട് റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങൾക്കിടയിലുള്ള ഒരു പ്രവാചകൻ. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ എന്തെങ്കിലും അല്പം തെറ്റുമ്പോഴേക്കും ആ പ്രവാചകന് വലിയ വിഷമമാണ്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങളോട് അങ്ങേയറ്റം താല്പര്യമുള്ള പ്രവാചകനാണ്. റഊഫുർ റഹീം, റഊഫുർ റഹീം, കരുണാമയനും അതുപോലെ തന്നെ വളരെ താല്പര്യമുള്ള റഊഫത്തുള്ള, നമ്മളോട് അനുകമ്പയുള്ള പ്രവാചകൻ. അള്ളാഹുവിന്റെ വിശേഷണം. മറ്റൊരു പ്രവാചകനും അള്ളാഹുവിന്റെ വിശേഷണം കൊടുത്തിട്ടില്ല. റഊഫുർ റഹീം എന്ന്, ഇന്നല്ലാഹ ബിന്നാസി റഊഫുർ റഹീം എന്ന്, കാന ബിന്നാസി റഊഫുർ റഹീമ എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ആയത്തിൽ. അതേ വിശേഷണമാണ് നമ്മുടെ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ കൊടുക്കുന്നത്. അപ്പൊ അത്രമാത്രം അള്ളാഹുവിന്റെ റസൂൽ നമ്മെ സ്നേഹിച്ചു. മരണപ്പെടുന്ന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നാളെ ഖിയാമത്ത് നാളിന്റെ അങ്ങേയറ്റത്തെ ആഭീകരത, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ സാഹിബതിഹി വ ബനീഹി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും, നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന മാതാപിതാക്കൾ, മക്കൾ, കുടുംബങ്ങൾ, ഭാര്യ, എല്ലാവരെയും നമ്മൾ ഇട്ടെറിഞ്ഞ് അവരിൽ നിന്ന് നമുക്ക് ഓടി ഒളിക്കും. യൗമ യഫിറുൽ മർഉ എന്നാ പറയുന്നു, ഓടി വിളിക്കും. അങ്ങനത്തെ സമയത്ത് നമുക്ക് രക്ഷയായിട്ടുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് നമ്മൾ കൈപിടിക്കുന്നത് നമ്മൾ വെറുതെ കണ്ട് കാണാപ്പാടം നമ്മൾ സ്വപ്നം കണ്ട് ജീവിക്കല്ലല്ലോ വേണ്ടത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ നമ്മൾ ഹയാത്താക്കിക്കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ മൻ സഅല അലിൽ വസീല വജബത് ലഹു ശഫാഅത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ, ഇപ്പൊ പ്രത്യേകിച്ചും ഇവിടത്തേക്ക് നമ്മള് ജീവിത സാഹചര്യത്തിൽ ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും. ഒന്നിൽ ഓഫീസിലായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയിലായിരിക്കും. ബാങ്ക് കൊടുത്താലുള്ള ദുആക്ക് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന കാലഘട്ടമൊക്കെ പോയിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് വലിയ സൗഭാഗ്യം എന്താ പറയുന്നത്, മരണപ്പെടുന്ന സമയത്തൊന്നുമല്ല, പരലോകത്ത് നാളെ അള്ളാഹുവിന്റെ ശഫാഅത്ത്, റസൂലിന്റെ ശഫാഅത്ത് ലഭിക്കാൻ മൻ സഅല അലിൽ വസീലത വജഅലത് ലഹു ശഫാഅത്തി എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ആരെങ്കിലും എനിക്ക് സ്വർഗത്തിലുള്ള ആ വലിയ പദവി എനിക്ക് വേണ്ടി ആരെങ്കിലും ചോദിച്ചാൽ ഹല്ലത് ലഹു ശഫാഅത്തി, എന്റെ ശഫാഅത്ത് അവന് ലഭിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളാൽ കഴിയുന്ന രീതിയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ മുറുകെ പിടിക്കുകയും അതിനെ പുനരുജ്ജീവിപ്പിക്കുകയും ആ സുന്നത്തിനെ വളർത്താൻ ഏതെല്ലാം രീതിയിൽ നമുക്ക് മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ ഇതിനെ ഉപയോഗപ്പെടുത്തുകയും സാമ്പത്തികമായും ശാരീരികമായും സമയം കൊണ്ടുമൊക്കെ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് പറയുന്ന, നമുക്ക് എന്തൊക്കെ റബ്ബ് തന്നോ അതിൽ നിന്നൊക്കെ ചെലവഴിക്കണം. സമയം തന്നവന് സമയം ചെലവഴിക്കണം, സമ്പത്ത് നൽകിയവൻ സമ്പത്ത് ചെലവഴിക്കണം, സ്വാധീനം നൽകപ്പെട്ടവൻ സ്വാധീനം ചെലവഴിക്കണം, എഴുതാനും പറയാനും ഒക്കെ കഴിയുന്നവൻ ആ കഴിവുകൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ അതൊക്കെ സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോഴാണ് അള്ളാഹുവിന് നന്ദിയുള്ളവരാവുക. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. മുഅ്മിനീങ്ങളെ, ലഇൻ ശകർതും, നിങ്ങൾ നന്ദി ചെയ്താൽ, എത്ര ഭംഗിയായിട്ട് അല്ലാഹു പറയുന്നത്, ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ വീണ്ടും വീണ്ടും അധികരിപ്പിച്ചു തരും. വലാകിൻ ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും, നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ വളരെ ഗുരുതരവുമാണ് കേട്ടോ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യതയോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കാനും അതിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഒരു മാസത്തിൽ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും, നമ്മൾ ചൊല്ലിയ സലാത്തുകളും, നമ്മൾ ചെയ്ത പ്രാർത്ഥനകളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. നാളെ നമ്മുടെ മീസാന് അള്ളാഹു അതൊക്കെ തൂങ്ങുന്ന സൽക്കർമ്മങ്ങളെ നാളെ കാണാനുള്ള സൗഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളൊക്കെ ശുദ്ധീകരിക്കുമാറാകട്ടെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങൾ നിന്റെ ദീനിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ നീ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇഖ്ലാസിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ നാവിനെ പക്വതയോടുകൂടി ഉപയോഗിക്കാനുള്ള തന്റെ ഇടം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, എന്തെങ്കിലും നമ്മുടെ വായ കൊണ്ട് പറഞ്ഞ് ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാവുന്ന രീതിയിൽ നിന്ന് മാറി അള്ളാഹുവെ സമൂഹത്തിന് ഹിക്മത്തോടുകൂടി സംസാരിക്കാനുള്ള തന്റെ ഇടം തരണേ റഹ്മാനെ. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് പക്വതയോടുകൂടി കാര്യങ്ങളെ നേരിടാനും സംസാരിക്കാനുമുള്ള തന്റെ ഇടമാണ്. ആ രീതിയിൽ തന്റെ ഇടമുള്ള പ്രവർത്തകരാക്കി ഞങ്ങളെ നീ മാറ്റണേ റഹ്മാനെ. അള്ളാഹുവെ, ഉമ്മത്തിനെ നീ ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് ഉയർത്തണേ റഹ്മാനെ.
അള്ളാഹുവെ ഈ ഉമ്മത്തിനെ ആരൊക്കെ പരീക്ഷിക്കാനും ഈ ഉമ്മത്തിനെ ശല്യപ്പെടുത്താനും ഈ സമൂഹത്തിന്റെ അഖണ്ഡതയും ഭദ്രതയും തകർക്കാൻ ആരൊക്കെ ഇറങ്ങിത്തിരിക്കുന്നുവോ അവരെയൊക്കെ കഴിവുള്ളവനായ പല സമൂഹങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞ റബ്ബെ അവരൊക്കെ ഈ ഉമ്മത്തിന്റെ അവരുടെ ശരണ തൊട്ടി ഉമ്മത്തിനെ നീ കാത്തുരക്ഷിക്കുന്നു റഹ്മാനെ. അള്ളാഹു അവരൊന്നും നിന്നെ സംബന്ധിച്ചിടത്തോളം ആരുമല്ല റബ്ബെ. നിന്റെ റസൂലിനെ കൊണ്ട് കളിക്കുന്നവർ, അള്ളാഹു നിന്റെ ദീന് കൊണ്ട് കളിക്കുന്നവർ, നിന്റെ ദീനെ തകർക്കാൻ ശ്രമിക്കുന്ന മറ്റാളുകൾ, യഹൂദികൾ, നസറാനികൾ, അതുപോലെയുള്ള പല ആളുകൾ അവരൊക്കെ ദീന് കൊണ്ട് കളിക്കുന്ന റബ്ബെ അതൊന്നും അള്ളാഹു അലല്ലാഹി ബി അസീസ്. അള്ളാഹു വളരെ ശക്തനാണ്. അള്ളാഹുവെ നിന്റെ കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് റബ്ബെ. ഞങ്ങൾ പ്രതികരിച്ചെങ്കിലേ ഈ ദീന് നിലനിൽക്കൂ എന്ന തോന്നൽ ഞങ്ങളിൽ നിന്ന് മാറ്റി നിന്റെ ദീനെ സംരക്ഷിക്കാൻ ഞങ്ങളാൽ കഴിയുന്നത് ചെയ്ത് ബാക്കി നിന്നിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന മുഖ്ലിസീങ്ങളായ ആളുകളായി ഉമ്മയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു എന്ന അവസ്ഥയിലേക്ക് ഞങ്ങളുടെ മനസ്സുകളെ നീ എത്തിച്ചു തരണേ തമ്പുരാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا ولوالدينا يا غافر المذنبين وارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.